മഞ്ഞമ്മൽ ധ്യാന കേന്ദ്രത്തിലെ ഒരു ക്യാപ്റ്റൻ യാത്രാ കപ്പലിൽ ഒരു വലിയ ക്യാപ്റ്റൻ ധ്യാനിക്കാൻ വന്നു. അപ്പോൾ ഞാൻ സൈലൻസിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ പറഞ്ഞു അത്യാവശ്യം മാത്രം സംസാരിച്ചാൽ മതി, അല്ലെങ്കിൽ എഴുതി കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഇയാൾ എൻ്റെ അടുത്ത് വന്ന് എഴുതി തന്നു, എനിക്കൊരു ബൈബിള് വേണമെന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ ഇയാൾ 5 ദിവസം കാണുന്നത് സദാസമയം ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ധ്യാനം കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, നിങ്ങളാരാ? ഞാൻ ഒരു ക്യാപ്റ്റനാണ്, വലിയ ആഡംബര കപ്പലിലെ ക്യാപ്റ്റനാണ്. ഞാൻ ചോദിച്ചു എന്താ വിശേഷമൊന്നുമില്ല അച്ചോ, ഞാൻ 25th സിൽവർ ജൂബിലിയാണ്, എൻ്റെ വിവാഹ ജീവിതത്തിൻ്റെ സിൽവർ ജൂബിലിയാണ്. ഞാൻ ബൈബിള് പഠിക്കുന്ന ഒരാളാണ്. 25ാം പ്രാവശ്യമാണ് ഞാൻ ഈ ജൂബിലി സമയത്ത് വായിക്കുന്നത്. അത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛനോട് ബൈബിള് ഞാൻ വാങ്ങിച്ചത്. ഞാൻ ചോദിച്ചു, അല്ല 25 വർഷമായല്ലോ താങ്കൾ ദാമ്പത്യ ജീവിതം ആരംഭിച്ചിട്ട്, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ബൈബിള് നെഞ്ചത്ത് വെച്ചിട്ട് പറഞ്ഞു, അച്ഛാ പറയാനൊന്നേ ഉള്ളൂ, ബൈബിള് നെഞ്ചത്ത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ഭാര്യയോട് പറഞ്ഞ ഉടമ്പടി ഞാൻ തെറ്റിച്ചിട്ടില്ല. ഞാൻ വലിയ ലക്ഷറി കപ്പലിലെ യാത്രക്കാരനാണ്, സുന്ദരികളായ ലോകസുന്ദരികളെയൊക്കെ കാഴ്ചവെക്കും ഞങ്ങൾക്ക്. പക്ഷേ എൻ്റെ ഭാര്യയല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറ്റൊരു സ്ത്രീ കടന്നു വന്നിട്ടില്ല എന്ന് പറഞ്ഞത് ഞാൻ നിങ്ങളുടെ മുൻപിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തിയുണ്ട്, അവർ മൂവാറ്റുപുഴക്കാരാണ്. മസ്കറ്റിൽ ചെന്നപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. വീട്ടിലിങ്ങനെ പൂമാലയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഇത് ആരാണ്? ചേട്ടനാണ്. എന്താ പറ്റിയത്? ഞാൻ ചേട്ടനോട് ചെയ്ത വലിയ തെറ്റാണ്. എന്തു പറ്റി? ചേട്ടൻ്റെ ജോലിയാണ് എനിക്ക് തന്നത്. കാരണം ചേട്ടൻ അത്രമാത്രം സമ്പാദിച്ചിട്ട് ചേട്ടന് നല്ല ഹോൾഡ് ഉള്ളത് കൊണ്ട് മസ്കറ്റിലെ ജോലി എനിക്ക് തന്നു. അങ്ങനെ ഞാനും വലുതായി. ചേട്ടൻ എന്നെ ശാസിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അന്ന് തുടങ്ങി ഞങ്ങൾ വഴക്കായി, മിണ്ടില്ല. എൻ്റെ കല്യാണം മുഴുവൻ നടത്തി തന്നത് സകല ചെലവ് എൻ്റെ ചേട്ടനാണ് ചെയ്തത്. അതൊക്കെ ഞാൻ മറന്നുപോയി അച്ഛാ. ഒടുവിൽ എനിക്കൊരു കുഞ്ഞ് ജനിച്ചപ്പോൾ കുഞ്ഞിൻ്റെ ക്രിസ്മസിന് പോലും ഞാൻ വിളിച്ചില്ല. ചെയ്താണ് ഞങ്ങൾ കുമ്പസാരം പറഞ്ഞാണ് അച്ഛാ, ഓപ്പൺ കൺഫെഷൻ പറഞ്ഞാണ്. എൻ്റെ അപ്പനാണ് വിട്ടത് ക്ഷണിക്കാൻ വേണ്ടിയിട്ട്. അപ്പൻ ക്ഷണിക്കാൻ ചെന്നപ്പോൾ ചേട്ടൻ പറഞ്ഞു, അപ്പൻ്റെ പേരക്കിടാവല്ലേ, അവൻ്റെ മോനല്ലേ, അവൻ എന്നെ വിളിക്കാനായിട്ട് അവന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവൻ വെറുതെ ഒരു മിസ് കോൾ വിട്ടാൽ ഞാനത് ക്ഷണമായിട്ട് സ്വീകരിച്ചോളാം, വെറുതെ ഒരു മെസ്സേജ് വിട്ടാൽ. എന്നിട്ട് പോലും എൻ്റെ പട്ടി പോലും ക്ഷമിക്കില്ലെന്ന് പറഞ്ഞു. ഒടുവിൽ എന്തു പറ്റി? 1000 പേരെ വിളിച്ചാണ് മാമോദീസ നടത്തിയത്. തറവാട്ടിൽ നിന്ന് മാറി താമസിക്കുന്ന ബ്രദറിനെ വിളിച്ചില്ല. ഒടുവിൽ അയാൾ ഈ സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാളുടെ കാറിൽ മക്കളോടുകൂടി വേളാങ്കണ്ണിക്ക് പോയി. കുഞ്ഞിൻ്റെ മാമോദീസ നടക്കുമ്പോൾ വേളാങ്കണ്ണി സമീപത്തുള്ള തഞ്ചാവൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഫോൺ വരണേന്ന്. ഫോണിൽ പറഞ്ഞെന്താണ്, ഇവിടെ ഒരാൾ മരിച്ചിട്ടുണ്ട്. ആരാ മരിച്ചത്? ബ്രദർ. ഓടിച്ചിരുന്ന ആള് ഒരു ടിപ്പർ ലോറിയുമായിട്ട് ഇടിച്ച് ഓൺ ദ സ്പോട്ടിൽ മരിച്ചുപോയി. എന്നിട്ട് ഇന്ന് മാലയിട്ട് വെച്ചിട്ട് എന്താ കാര്യം? അയൽപ്പക്കക്കാരുമായുള്ള നല്ല ബന്ധമുണ്ടാണ്. ഞാൻ ഓർത്തുപോയി, എൻ്റെ വീട് പനങ്ങാടാണ്. ഞങ്ങൾ 5 രഹസ്യമാണെന്ന് ഞാൻ പറഞ്ഞില്ല. ആദ്യത്തെ രഹസ്യം പെണ്ണാണ്, ബാക്കി 4 ആണാണ്. അപ്പോൾ വീട്ടിൽ ഒത്തിരി മാവുണ്ട്, പലതരം മാവ്, മൾഗോവ മാവ്, കല്ലുകെട്ടി മാവ്, ഗൗദാത്ത മാവ്, നീലം മാവ്, നീലാർപ്പൂസ് മാവ്, സേലം മാങ്ങ, കിളിച്ചുണ്ടൻ മാങ്ങ, ഒരുപാട് ഞങ്ങൾക്ക് സ്ഥലമുള്ളത് കൊണ്ട് ഇങ്ങനെ പലതരം മാവാണ്. മാങ്ങ വഴിപ്പിക്കുന്ന ആൾ ഞാനാണ്. അപ്പോൾ പത്താഴത്തിൽ പൊക്കാളി പത്താഴമുണ്ട്, അതിൻ്റെ അടിയിൽ ഇങ്ങനെ പശുവൊക്കെ ഉള്ളതുകൊണ്ട് വൈക്കോലിട്ടിട്ട് ഒരു ലെയർ, അതിൻ്റെ മുകളിൽ അടുത്ത ലെയർ. പഴുത്ത് കഴിയുമ്പോൾ അമ്മ വാലംകൊട്ടയുണ്ട്. ഈ വാലംകൊട്ട എന്നൊക്കെ പറഞ്ഞത് കൊച്ചിന് മനസ്സിലാവുമെന്നറിയാൻ പാടില്ല. അതായത് ഇങ്ങനെ കൂർത്തിരിക്കും. ആ കൊട്ടയുടെ അകത്ത് 10ഉം 20ഉം മാങ്ങ എടുത്തു വെച്ചിട്ട് ആദ്യം കൊടുക്കണ ആർക്കാ? ഞങ്ങൾക്കല്ല തരുന്നത്. അമ്മ പറയും, മോനെ അടുത്ത വീട്ടിലേക്ക് പോകാം. ഞങ്ങൾ 5 മക്കളും ഈ കൊട്ട നിറയെ പഴുത്ത നല്ല മാങ്ങയുമായിട്ട് പോയി കൊണ്ടേ കൊടുക്കും. അതാണ് അയൽപ്പക്കക്കാരുമായുള്ള ബന്ധം. പിന്നെ കോഴി വളർത്തൽ, പട്ടി, ഇതൊക്കെ ഉണ്ടാവും. എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ അയൽ വീട്ടിൽ ചെന്ന് ചേട്ടാ പട്ടിക്ക് തീറ്റ കൊടുത്തേക്കണേ, കോഴിക്ക് തീറ്റ കൊടുത്തേക്കണേ. എന്ത് ബന്ധമാണെന്ന് നോക്കിയേ. അതുപോലെ തന്നെ അവിടെ ചിലപ്പോൾ ബക്രീദായിരിക്കാം, മുസ്ലിംസ് ഉണ്ട്, അവർ നമ്മൾ വിളിക്കണേണ്. ഓണം വരുമ്പോൾ അവർ വിളിക്കണേണ്, നമ്മൾ ക്രിസ്മസ് വരുമ്പോൾ. ഭയങ്കര ബന്ധമാണ്. ഈ ബന്ധം നമുക്കിന്ന് നഷ്ടപ്പെട്ടു പോയില്ലേ? വീടും ആധാരവും ഒരു 15,000 രൂപയ്ക്കാണ് കൊടുത്തത്. ബ്ലേഡ് കമ്പനിക്കാർ കൊടുത്ത് അത് കൂടി അത് ലക്ഷങ്ങളായിട്ട് മാറി. മകളുടെ വിവാഹം വന്നു. മകളുടെ കൊച്ചായിരുന്നപ്പോൾ കൊടുത്തതാണ് ആവശ്യത്തിന്. അവളുടെ വിവാഹം വന്നപ്പോൾ ഈ സ്ഥലം പകുതി വിറ്റിട്ട് വേണം കല്യാണം നടത്താൻ. അയാൾ പറഞ്ഞു, ഈ പൈസ ക്യാഷായിട്ട് തരാതെ ആധാരം തരില്ലെന്ന് പറഞ്ഞു. അങ്ങനെ കല്യാണം മുടങ്ങിപ്പോയി. ഒടുവിൽ ആ ചേച്ചി ആത്മഹത്യ ചെയ്തു.
ഞാനൊരു ചോദ്യം ചോദിക്കണേ, ഈ ബ്ലേഡ് കമ്പനിക്കാരൻ ഏത് ജോർദനാലും മുങ്ങിയാൽ അയാൾ ശുദ്ധീകരിക്കപ്പെടും? കാരണം ആ പണം കിട്ടാത്തത് കൊണ്ടും കല്യാണക്കാര്യം മുടങ്ങിപ്പോയത് കൊണ്ടും താങ്ങാൻ പറ്റാതെ ചെയ്തൊരു അവിവേകമാണ്. അപ്പൊ ഇവിടെയൊക്കെയാണ് വരുന്നത്. പിന്നെ ഒരു കാര്യം ക്ലിയറാണ്, എനിക്ക് 62 വയസ്സുണ്ട്, 35ാമത്തെ വർഷമാണ് പൗരോഹിത്യം. ഞാൻ കണ്ടിട്ടുണ്ട് ഈ പലിശക്കാർ ഗതി പിടിച്ചിട്ടില്ല കേട്ടാ. ഒന്നെങ്കിലും മക്കൾ പിഴച്ചു പോകും, അല്ലെങ്കിൽ കഞ്ചാവ് ആകും, അല്ലെങ്കിൽ ആസ്പത്രി കൊണ്ടു കൊടുക്കും. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഭവനം എന്ന വാക്കിൻ്റെ വ്യാഖ്യാനമാണ്. ഇപ്പോൾ കുടുംബജീവിതം അത് അനുഗ്രഹദായകമായി മാറണമെങ്കിൽ ഭദ്രതയും ഭവ്യതയും ഭക്തിയും ഉണ്ടാവണം. പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ പാപ്പ കുടുംബവർഷത്തിൽ എഴുതിയ മനോഹരമായ പുസ്തകമാണ് ഫെമിലിയാരിസ് കോൺസോർസിയോ. അതിൻ്റെ മലയാള പരിഭാഷ കുടുംബം ഒരു കൂട്ടായ്മ. ഒന്ന് പറഞ്ഞേ. രണ്ടാമത് എഴുതിയ പുസ്തകത്തിൻ്റെ പേര് കുടുംബത്തിനൊരു കത്ത്. രണ്ടാമത്തെ പുസ്തകത്തിൻ്റെ പേരെന്താണ്? അപ്പോൾ വിവാഹമൊക്കെ വരുമ്പോൾ സമ്മാനം കൊടുക്കാനായിട്ടുള്ള നല്ല കാര്യം നമ്മൾ നല്ല പുസ്തകങ്ങൾ വായിച്ചു കൊടുക്കുക. അത് വായിക്കാവുന്ന പുസ്തകമാണ് നമ്മുടെ മതബോധന ഗ്രന്ഥം. നല്ലതാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മൾ വിവാഹം കഴിക്കുന്ന മക്കൾക്ക് കൊടുത്താൽ കാറ്റക്കിസം മുഴുവനും അവിടെയുണ്ട്. നിങ്ങളുടെ അറിവിന് വേണ്ടിയിട്ട് വായനാശീലം നമുക്ക് വേണം. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവേണ്ട ഒരു പുസ്തകമാണ് CCC, ഇംഗ്ലീഷിൽ കാറ്റക്കിസം ഓഫ് ദി കാത്തലിക് ചർച്ച്, മലയാളത്തിൽ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം. എല്ലാ ബുക്ക് സ്റ്റോളിലുമുണ്ട്. അത് കല്യാണത്തിന് സമ്മാനമായിട്ട് കൊടുക്കുന്നത് ഉചിതമാണ്. അതുപോലെ തന്നെയാണ് പാപ്പായുടെ 2 പുസ്തകം, കുടുംബം ഒരു കൂട്ടായ്മ, കുടുംബത്തിനൊരു കത്ത്. ഇത് രണ്ടും നമ്മുടെ കുടുംബത്തിലുണ്ടാവേണ്ട ലൈബ്രറിയിലെ ഒരു റെഫറൻസ് ബുക്കാണ് എന്ന് ആമുഖമായി പറഞ്ഞു വച്ചിട്ട് ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത് ജോൺ പോൾ രണ്ടാമൻ പാപ്പായുടെ ആദ്യത്തെ പുസ്തകത്തിൽ നിന്നാണ്. അതിൽ പാപ്പ പറയുകയാണ്, എല്ലാ കുടുംബങ്ങളും നസ്രത്തിലെ തിരുക്കുടുംബത്തിലേക്ക് തിരിയണം. കാരണം 3, അവിടെ മനുഷ്യ അവതാര രഹസ്യം അവതീർണമായി. ദ വേർഡ് ബിക്കെയിം ഫ്ലഷ്. മനുഷ്യാവതാര രഹസ്യം അവിടെ അവതീർണമായി. 2, അവിടെയുള്ള മൂല്യാധിഷ്ഠിത ജീവിതം. 3, സ്നേഹാധിഷ്ഠിത ജീവിതം എന്ന് പറഞ്ഞിട്ട് പാപ്പ പറയുകയാണ്, തിരുക്കുടുംബമാവാൻ 3 കാരണങ്ങളുണ്ട്. യൗസേപ്പ് പിതാവ് നീതിമാനായിരുന്നു, മറിയം നന്മ നിറഞ്ഞവളായിരുന്നു, യേശു വിധേയനായിരുന്നു. നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന 3 കാര്യങ്ങളാണ്. യൗസേപ്പ് പിതാവ് നീതിമാനായിരുന്നു, മറിയം നന്മ നിറഞ്ഞവളായിരുന്നു, യേശു വിധേയനായിരുന്നു. ഇതാണ് ഇന്നത്തെ വിചിന്തനം. ഇന്ന് നെൽസൺ ജോബച്ചനാണ് നമ്മുടെ ഉറങ്ങുന്ന യൗസേപ്പ് പിതാവിൻ്റെ സ്ഥലത്ത് അഭിവന്യ പിതാവിൻ്റെ കുർബാനയ്ക്ക് പ്രസംഗിച്ചത് ഞാൻ തന്നെയാണ്. അപ്പം അവിടെ പറഞ്ഞത് ഞാൻ ഈ നീതിമാനായ യൗസേപ്പ് പിതാവിനെ കുറിച്ചാണ്. എന്തുകൊണ്ടാണ് കത്തോലിക്ക സഭ ഈ 2020-21 യൗസേപ്പ് പിതാവിൻ്റെ വർഷമായി ആചരിക്കാൻ കാരണമുണ്ട്. ഇത് 150-ാം വാർഷികമാണ്. 1870 ഡിസംബർ 8-ാം തീയതി അന്ന് തിരുസഭ ഭരിച്ചിരുന്ന 9-ാം പിയൂസും പാപ്പ സാർവത്രിക സഭയുടെ പരിപാലകനായി യൗസേപ്പ് പിതാവിനെ തിരുസഭയ്ക്ക് നൽകി. മറന്നുപോകരുത്. ഇത് നിങ്ങളുടെ കുടുംബ യൂണിറ്റുകളിലും ഒക്കെ പറഞ്ഞു കൊടുക്കാവുന്ന ഇൻഫർമേഷനാണ്, അറിവാണ്. 1870 ഡിസംബർ 8-ാം തീയതി അന്ന് തിരുസഭ ഭരിച്ചിരുന്ന 9-ാം പിയൂസ് പാപ്പ യൗസേപ്പ് പിതാവിനെ സാർവത്രിക സഭയുടെ പരിപാലകനായി പ്രഘോഷിച്ച് നൽകിയതിൻ്റെ 150-ാം വാർഷികത്തിലാണ് ഇപ്പോഴത്തെ പാപ്പ 2020 ഡിസംബർ 8 തുടങ്ങി 2021 ഡിസംബർ 8 വരെ യൗസേപ്പ് പിതാവിൻ്റെ വർഷമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അദ്ദേഹം എഴുതിയിരിക്കുന്ന അപ്പസ്തോലിക ലേഖനമാണ്
പാത്രിസ് കോർദേ. പറഞ്ഞേ, ഞാൻ ലാറ്റിനും ഗ്രീക്കും ഹീബ്രു ഒക്കെ പഠിപ്പിച്ചു തരാം. പാത്രിസ് കോർദേ. കോതയല്ല, അത് നമ്മുടെ അടുത്ത വീട്ടിലെ പെണ്ണിൻ്റെ പേരാണ്. പാത്രിസ് കോർദേ. കൊള്ളാം. കറക്റ്റായിട്ട് നിങ്ങളിപ്പോൾ എല്ലാം ലാറ്റിനും ഇറ്റാലിയനൊക്കെ പറയാൻ തുടങ്ങി. എല്ലാത്തിനും പെന്തക്കോസ്ത അനുഭവം ഉണ്ടായിട്ടുണ്ട്. കൊള്ളാം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം എന്താണ്? പിതാവിൻ്റെ ഹൃദയത്തോടെ. നമ്മൾ പണ്ട് പാത്തർനോസ്തർ, സ്വർഗസ്ഥനായ പിതാവ് എന്ന് ചൊല്ലൂലേ, പാത്തർനോസ്തർ. പണ്ട് നമ്മൾ ലത്തീൻ ഭാഷയിൽ പാത്തർനോസ്തർ, അവ ഫാദർ, സ്വർഗസ്ഥനായ പിതാവേ, ആ വാക്കാണ് ഉണ്ടാവും. പാത്രിസ് കോർദേ. അതിൻ്റെ അർത്ഥം പിതാവിൻ്റെ ഹൃദയത്തോടെ എന്ന അപ്പസ്തോലിക ലേഖനത്തിലൂടെ അദ്ദേഹം നമുക്കൊരു പഠനം നൽകിയിട്ടുണ്ട്. അതിൽ വിചിന്തനത്തിനായിട്ട് 7 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. യൗസേപ്പ് പിതാവിൻ്റെ 7 വിശേഷണങ്ങളാണ്. അതും ആവശ്യമുള്ളവർ എഴുതിയെടുത്തോ, എന്നിട്ട് ഞാൻ പ്രാക്ടിക്കലായിട്ട് പോയിക്കൊള്ളാം. 7 വിശേഷണങ്ങൾ എന്താണെന്നറിയാമോ? 1, വാത്സല്യമുള്ള പിതാവാണ് യൗസേപ്പ് പിതാവ്. നമ്മളിത് പറയില്ലേ, എൻ്റെ അപ്പോൾ എന്ത് വാത്സല്യമാണ് അല്ലേ? ശരിയല്ലേ? വാത്സല്യമുള്ള പിതാവ്, അതൊരു വാക്കാണ് അല്ലേ? അങ്ങനെ ഒരു അപ്പനെ കിട്ടുക എന്ന് വെച്ചാൽ വലിയ കാര്യമാണ്. വാത്സല്യമുള്ള പിതാവ്, വാത്സല്യമുള്ള എൻ്റെ ഭർത്താവ് വാത്സല്യമുള്ള ഭർത്താവാണ് അത് പറയുക. വാത്സല്യമുള്ള ഒരു അപ്പന് കൊടുക്കുന്ന ഒരു എപ്പിത്തെറ്റാണ്, ഒരു വിശേഷണമാണ് വാത്സല്യമുള്ള പിതാവ്. മനസ്സിൽ സൂക്ഷിക്കണം. യൗസേപ്പ് പിതാവിനെ എന്തെന്നാണ് ഇപ്പോൾ വിളിക്കുന്നത്? പാപ്പ വാത്സല്യമുള്ള പിതാവ്. 2, ആർദ്ര സ്നേഹനിധിയായ പിതാവ്. അത് കുറച്ചുകൂടി ആഴമാണ്. ആർദ്ര സ്നേഹനിധിയായ പിതാവ് എന്ന് പറഞ്ഞേ. ആർദ്ര സ്നേഹനിധിയായ പിതാവ്. ഒന്നാമത്തെ എന്താണ്? വാത്സല്യമുള്ള പിതാവ്. രണ്ടാമത്തെ എന്താണ്? ആർദ്ര പിതാവ്. ഓക്കെ. 3 എളുപ്പമാണ്. അനുസരണയുള്ള പിതാവ്. എന്താണ്? കാരണം എന്ത് ചെയ്യുമെന്ന് കരുതിയപ്പോൾ ദൂതൻ പറഞ്ഞത് അനുസരിച്ച് അല്ലേ അവളെ ഭാര്യയായി സ്വീകരിച്ചു. ദൂതൻ പറഞ്ഞത് അനുസരിച്ച് കുഞ്ഞിനെയും കൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്തു. ദൂതൻ പറഞ്ഞത് അനുസരിച്ച് അല്ലേ നസ്രത്തിലേക്ക് മടങ്ങി. അന്നത്തെ നിയമം അനുസരിച്ച് കാനേഷുകുമാരി കണക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി. അനുസരണയുടെ പിതാവാണ്. 4, സ്ഥിരീകരിക്കുന്ന പിതാവാണ്. കാരണം ഇത് മാതാവ് ഗർഭിണിയായിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആള് പ്രാർത്ഥിച്ചതും ദൂതൻ പ്രത്യക്ഷപ്പെട്ടതും. അതുപോലെ തന്നെ നമ്മുടെ ഹെറോദേസ് മരിച്ചോ ഇല്ലോ എന്ന് സ്ഥിരീകരിച്ചിട്ടാണ് കുഞ്ഞിനെയും കൊണ്ട് മടങ്ങി പോരുന്നത്. സ്ഥിരീകരിക്കണം, കൺഫർമേഷൻ എന്ന് പറയും. 5, സർഗശക്തി നിറഞ്ഞ ധൈര്യശാലിയായ പിതാവ്. പോസിറ്റീവാണ് ആള്. ഈ സർഗാത്മകം എന്ന വാക്ക് മലയാളത്തിൽ പോസിറ്റീവ് അപ്രോച്ച് എന്ന് പറയും. അപ്പോൾ യൗസേപ്പ് പിതാവിൻ്റെ പ്രത്യേകത സർഗശക്തി നിറഞ്ഞ ധൈര്യശാലിയായ പിതാവാണ്. എന്ത് ചങ്കൂറ്റമാണ് ആ കുഞ്ഞിനെയും കൊണ്ട് പോകുന്നതും ഒളിച്ച് താമസിക്കുന്നതും, അതൊരു ചങ്കൂറ്റമാണ്. 5, അധ്വാനിക്കുന്ന പിതാവാണ്. അതുകൊണ്ടാണ് തൊഴിലാളികളുടെ മധ്യസ്ഥൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ 6ാമത്തെ കാര്യം അധ്വാനിക്കുന്ന പിതാവ്. അവസാനത്തത് നിഴൽ പോലെ കൂടെയുള്ള പിതാവാണ്. അതായത് മറിയത്തിൻ്റെയും ഉണ്ണിയുടെയും കൂടെ നിഴൽ പോലെ, ഷാഡോ പോലീസ് എന്ന് പറഞ്ഞ പോലെ നിഴൽ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ 7 കാര്യങ്ങൾ അച്ഛൻ പറയാം, ഒന്ന് റിപ്പീറ്റ് ചെയ്യണം. കാരണം വീടുകളിലിരുന്നും ഇവിടെ ഇരുന്നു കൊണ്ടും എഴുതിയെടുക്കുന്നത് ഇത് ഒത്തിരി വ്യക്തികൾക്ക് പറഞ്ഞു കൊടുക്കാവുന്ന, ഇത് നെൽസൺ ജോബച്ചൻ്റെ അല്ല, മറിച്ച് പിതാവിൻ്റെ ഹൃദയത്തോടെ പാത്രിസ് കോർദേ എന്നുള്ള അപ്പോസ്തോലിക ലേഖനത്തിൻ്റെ സംക്ഷിപ്ത രൂപമാണ്. ഒരു ടാബ്ലറ്റായിട്ട് അങ്ങോട്ട് കയ്യിലേക്ക് തരണേണ്. 7 കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ റിപ്പീറ്റ് ചെയ്യണം. 1, വാത്സല്യ പിതാവ്, ആർദ്രസ്നേഹിയായ പിതാവ്, അനുസരണയുള്ള പിതാവ്, സ്ഥിരീകരിക്കുന്ന പിതാവ്, സർഗശക്തി നിറഞ്ഞ ധൈര്യശാലിയായ പിതാവ്, അധ്വാനിക്കുന്ന പിതാവ്, നിഴൽ പോലെ കൂടെയുള്ള പിതാവ്. അപ്പം നമുക്ക് മാതൃക, ഒരു ഭർത്താവ് ആരായിരിക്കണമെന്നുള്ള കാര്യമാണ്. അപ്പം ഭദ്രത കഴിഞ്ഞിട്ട് ഭവ്യതയിലേക്ക് വരുമ്പോൾ യൗസേപ്പ് പിതാവാണ് ശരിക്കും റോൾ മോഡൽ. ഇവിടെയുള്ള അപ്പച്ചന്മാർക്ക് എല്ലാവർക്കും റോൾ മോഡലാണ്. എന്ന് വെച്ചാൽ ഈ പോയിന്റ് അപ്പച്ചന്മാർക്ക് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും ആവാം.
അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും എല്ലാവർക്കും ആവാം ഈ പോയിന്റ്. അപ്പം ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ബൈബിളിലേക്കാണ്. ബൈബിളിൽ എവിടെയെങ്കിലും യൗസേപ്പ് പിതാവ് പറഞ്ഞ വാക്കുകൾ എഴുതിയിട്ടുണ്ടോ? യൗസേപ്പ് മാതാവ് പറഞ്ഞ വാക്കുകളുണ്ട്, എലിസബത്ത് പറഞ്ഞ വാക്കുണ്ട്, സ്നാപക യോഹന്നാൻ പറഞ്ഞ വാക്കുകളുണ്ട്, ഫരിസേയർ പറഞ്ഞ വാക്കുകളുണ്ട്, കള്ളം പറഞ്ഞ വാക്കുണ്ട്. ഇവിടെ എവിടെയെങ്കിലും യൗസേപ്പ് പിതാവ് പറഞ്ഞ വാക്ക് ഉണ്ടോ? ഇല്ല. നമ്മുടെ കൂട്ടുകാരി പറഞ്ഞു ഇല്ല. കമൻ്റാണുള്ളത്, കമൻ്റ്. അപ്പം യൗസേപ്പ് പിതാവിനെ കുറിച്ച് കമൻ്റ് അടിച്ചേക്കണേ, കമൻ്റ് അല്ലേ? എന്താണ്? യൗസേപ്പ് പിതാവുമായി വിവാഹ നിശ്ചയം ചെയ്ത കന്യകയുടെ അടുക്കലേക്ക് ഗബ്രിയേൽ ദൂതൻ വന്നു. അപ്പോൾ ആദ്യം വിവാഹ നിശ്ചയത്തെക്കുറിച്ച് പറഞ്ഞു. എന്നിട്ട് ഗർഭിണി ആയതുകൊണ്ട് രഹസ്യമായിട്ട് നീതിമാനായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. രഹസ്യമായിട്ട് നിദ്രയിൽ നിന്ന് ഉണർന്ന യൗസേപ്പ് പിതാവ് ദൂതൻ പറഞ്ഞതുപോലെ ചെയ്തു. പൂർണ്ണ ഗർഭിണിയായ മറിയത്തെയും കൊണ്ട് ബെത്ലഹേമിലേക്ക് പോയി. സത്രത്തിൽ ചെന്ന് മുട്ടണനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആട്ടിടയന്മാർ വന്ന് ഉണ്ണിയെ യൗസേപ്പ് പിതാവിൻ്റെയും മാതാവിൻ്റെയും മധ്യേ കണ്ടു. ജ്യോതിശാസ്ത്രജ്ഞന്മാരും വന്ന് കണ്ടു. പിന്നെ സ്വപ്നത്തിൽ കിട്ടിയ ദർശനം അനുസരിച്ച് കുഞ്ഞിനെ കൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്തു. അവിടെ താമസിച്ചു, നസ്രത്തിലേക്ക് വന്നു. ഇത്രയും കാര്യങ്ങൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. എന്നാൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരൊറ്റ വാചകം മതി. അവൻ ആരായിരുന്നു? നീതിമാനായിരുന്നു. അപ്പം നീതിമാനെ കുറിച്ചാണ്. അപ്പം നമ്മുടെ കുടുംബത്തിലുള്ള അപ്പച്ചന്മാരെല്ലാവരും ആരായിരിക്കണം? നീതിമാന്മാരായിരിക്കണം. നീതിമാൻ്റെ 12 അർത്ഥമാണ് ഇന്ന് ബൈബിളിൽ നിന്ന് പറയാൻ പോകുന്നത്. ഇത് ബൈബിൾ കൺവെൻഷനാണല്ലോ. അതുകൊണ്ട് സങ്കീർത്തനം 15 12 കാര്യങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്. ഈ 12 കാര്യങ്ങൾ നീതിമാൻ്റെ 12 ക്വാളിറ്റിയാണ്. യൗസേപ്പ് പിതാവ് അവതരിക്കണം. ആരായി? നല്ലൊരു അപ്പനായി, ഭർത്താവായി, കുടുംബനാഥനായി നമ്മുടെ കുടുംബത്തിൽ അവതരിക്കണം. ഈശോ അവതരിച്ചതുപോലെ അവതരിക്കണമെങ്കിൽ നമ്മൾ ജീവിക്കണം. ഇനി 12 കാര്യങ്ങൾ അച്ഛൻ പറയാം. 1, കറകൂടാതെ ജീവിച്ചവൻ. കറകൂടാതെ ജീവിക്കുന്നവനെയാണ് എന്തെന്ന് പറയുന്നത്? നീതിമാൻ. അത് ഞാൻ ബൈബിൾ വ്യാഖ്യാനം പറയും. എന്താണ് കറകൂടാതെ ജീവിക്കുക? പാപക്കറ ഉണ്ടാ. പാപക്കറ കൂടാതെ വിവാഹം കഴിച്ചിട്ട് ഈ നിമിഷം മുതൽ എന്ന് പറഞ്ഞാൽ മരണം വരെയും പിന്നെ കറപാടില്ല. അതിനുദാഹരണം ഉൽപ്പത്തി 39 ഡാനിയേൽ 13. ഉൽപ്പത്തി 39 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ജോസഫിൻ്റെ ചരിത്രമാണ്. നമ്മുടെ ജീവിതത്തിൽ അച്ഛനായാലും കന്യാസ്ത്രീയമ്മയായാലും വിവാഹം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും മരണം വരെയും നമുക്ക് പ്രലോഭനമുണ്ടാകും. 3 ആശകളാണ് നമുക്കുള്ളത്: മണ്ണാശ, പെണ്ണാശ, പൊന്നാശ. എന്താണ്? കേട്ടില്ലേ? 3 ആശകളാണ് മനുഷ്യനുള്ളത്. എന്തൊക്കെയാണ്? മണ്ണാശ, പെണ്ണാശ, ആണാശ. അതും വേണമല്ലോ, ആമാശയല്ല. മണ്ണാശ, പെണ്ണാശ, പൊന്നാശ, നിരാശ എന്ന് പറഞ്ഞേ. അതിൽ ആണാശയുണ്ട് കേട്ടോ, ആമാശയല്ല. അപ്പം ഈ 3 ആശകളാണ് ലോകത്തിൽ നമ്മളെ തെറ്റിലേക്ക് ആനയിക്കുന്നത്. ശരിയല്ലേ? മണ്ണാശ, നാബോത്തിൻ്റെ മുന്തിരിത്തോപ്പ്. ഞാൻ ബൈബിളിൽ നിന്ന് തന്നെ ദൃഷ്ടാന്തം പറയാം. നാബോത്തിൻ്റെ മുന്തിരിത്തോപ്പ്, ശരിയല്ലേ? ധനാഠ്യനായിട്ടുള്ള വ്യക്തി സ്വന്തമാക്കിയില്ലേ? അതെന്താ? മണ്ണാശയാണ്. വീണ്ടും നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഇപ്പോൾ നടക്കുന്ന കാര്യം എന്താണ് അല്ലേ? മണ്ണിനെ ചൊല്ലിയല്ലേ, വഴിയെ ചൊല്ലി, ശരിയല്ലേ? സ്വന്തം സഹോദരനോട് മിണ്ടാത്ത ആൾക്കാരില്ലേ? സ്വന്തം സഹോദരനുമായിട്ട് കേസായിട്ടുള്ള ആൾക്കാരില്ലേ? ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, എല്ലാ വീടുകളിലും ഉണ്ട്. പിന്നെന്താണ്? പെണ്ണാശയുണ്ട്, ആണാശയുണ്ട്, ശരിയല്ലേ? മണ്ണാശ, പൊന്നാശ. സ്വർണത്തെ ചൊല്ലി പ്രശ്നമില്ലേ? ഉണ്ട്. കാരണം സ്ത്രീധനത്തെക്കുറിച്ചുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ. ചോദിച്ചത് കിട്ടാഞ്ഞിട്ട് പറഞ്ഞു വിട്ടേക്കുന്ന കേസുകളുണ്ടല്ലോ. ഇന്നും സ്വീകരിക്കാതിരിക്കുന്ന കേസുകളുണ്ടല്ലോ. അപ്പം അച്ഛൻ പറഞ്ഞു വരുന്നത് കറ കൂടാതെ ജീവിച്ചവൻ. നമുക്ക് വീണ്ടും ബൈബിളിലേക്ക് പോകാം. ജോസഫ്. നമുക്ക് പ്രലോഭനം ഉണ്ടാകുമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ 3 ആശ പറഞ്ഞത്. നമ്മുടെ ജോസഫിന് ഉൽപ്പത്തി 39 പ്രലോഭനം ഉണ്ടായി. കാണാൻ കൊള്ളാവുന്ന ചെറുപ്പക്കാരനാണ്. പൂത്തിഫാറിൻ്റെ ഭാര്യയാണ്. പൂത്തിഫാർ എന്ന് പറഞ്ഞ ഫറവോയാണ്. അയാൾക്ക് എന്തെല്ലാം സുഖസൗകര്യങ്ങളുണ്ട്. എന്നിട്ടും ജോസഫിനെ തെറ്റിൽ വീഴ്ത്താൻ വേണ്ടി വന്നില്ലേ? വന്നിട്ട് വീണോ? വീണില്ല. അതാണ് അപ്പച്ചന്മാർക്കും ചെറുപ്പക്കാർക്കും എല്ലാവർക്കും ഉണ്ടാകേണ്ടത്.
നമുക്ക് തെറ്റ് ചെയ്യാനായിട്ടും പ്രലോഭനത്തിന് ഒരുപാട് സാഹചര്യങ്ങൾ ഇന്ന് ഉണ്ടെങ്കിലും ഈ ജോസഫിനെ പോലെ ചങ്കൂറ്റത്തോടെ പറയണം, നീയല്ലാതെ മറ്റൊരു വ്യക്തിയെ എന്നിൽ നിന്നും മാറ്റി വെച്ചിട്ടുള്ള കാരണം നീ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. ഇത് പറയാനുള്ള ചങ്കൂറ്റം നമുക്ക് ഉണ്ടാവണം. അടുത്തത് ഡാനിയേൽ 13, ചേച്ചിമാർക്കും അനുജത്തിമാർക്കും വേണ്ടിയാണ്. സൂസന്ന എന്ന് പറയുന്ന ആ സ്ത്രീ, അവളെ തെറ്റിൽ വീഴ്ത്താൻ വേണ്ടിയിട്ട് ശ്രേഷ്ഠന്മാരെന്ന് വിശേഷിപ്പിക്കുന്ന ഡാനിയേൽ 13. ശ്രേഷ്ഠന്മാരെന്ന് പറയുന്ന വ്യക്തികൾ വന്നിട്ട് പറഞ്ഞു, നമുക്ക് പാപം ചെയ്യാം, ഇല്ലെങ്കിലോ ഞങ്ങൾ വിളിച്ചു പറയും, മോശയുടെ നിയമപ്രകാരം നിന്നെ കല്ലെറിഞ്ഞു കൊന്നു കളയും. അവൾ പറഞ്ഞു, ഇതിനേക്കാൾ ബെറ്റർ മരിക്കുകയാണ്. എന്നിട്ട് ഭർത്താവും എല്ലാവരും ഉപേക്ഷിച്ച് ഇവളെ കല്ലെറിയാൻ കൊണ്ടുപോകുമ്പോൾ അവൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നുണ്ട്, ചങ്കുരുകി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം അയച്ചു ആരെ? വക്കീൽമാരുടെ മധ്യസ്ഥനായ ഡാനിയേലാണ് വന്ന് അല്ലേ നിരപരാധിത്വം തെളിയിക്കുന്നത്. ഇനി സഭയുടെ ചരിത്രത്തിൽ വിശുദ്ധ തോമാസ് മൂറിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ വലിയ പണ്ഡിതന്മാരായത് കാരണം ചപ്പാത്തി പരത്തണ പോലെ പരത്താനായിട്ട് എനിക്ക് താല്പര്യമില്ല, എങ്കിലും ചുരുക്കി പറയാം, എല്ലാവർക്കും അറിവുണ്ടാവണമെന്നില്ല. അപ്പം ഇംഗ്ലണ്ടിൻ്റെ ചരിത്രത്തിലെ ഒരു കഥാപാത്രമാണ് ഹെൻറി 8 രാജാവിൻ്റെ ഭാര്യയാണ് കാതറിൻ. എന്നിട്ട് കാതറിൻ്റെ വേലക്കാരിയാണ് ആനിബാൾ. 20 വർഷത്തോളം കാതറിനോട് ജീവിച്ചിട്ട് അവളെ ഉപേക്ഷിച്ചിട്ട് വേലക്കാരിയെ ഭാര്യയായി സ്വീകരിക്കാൻ പോവുകയാണ്. ഇത് തെറ്റാണെന്ന് പറഞ്ഞ വ്യക്തിയാണ് തോമസ് മൂർ. കാർഡിനൽ വൂൾസി അനുകൂലിച്ചു. വൈസ് ചാൻസലറായ കാർഡിനൽ വൂൾസിയും തോമസ് മൂറും ഉണ്ട്. ഒരാൾ അനുകൂലിച്ചു, ഒരാൾ പ്രതികൂലിച്ചു. ഒടുവിൽ എന്ത് ചെയ്തു? തോമസ് മൂറിൻ്റെ ശിരസ് ഛേദിച്ചു കളഞ്ഞു. അത് ജയിലിൽ കിടക്കുമ്പോൾ ഒരു രംഗമുണ്ട്. മകൾ വന്നിട്ട് പറഞ്ഞു, ഡാഡിയെ രക്ഷപ്പെടുത്താം, ഡാഡി ഒന്നും പറയണ്ട, ഇതിലൊരു ഒപ്പിട്ട് തന്നാൽ മതി, ഡാഡിയെ ജയിലിൽ നിന്ന് രക്ഷിക്കാം. അപ്പോൾ തോമസ് മൂർ പറഞ്ഞെന്താണെന്നറിയാമോ? മകളെ, ഞാനിവിടെ കിടക്കുന്നത് കത്തോലിക്ക സഭയിലെ വിശ്വാസത്തെ പ്രതിയാണ്. കുടുംബജീവിതം പവിത്രമാണ്, അത് അവിശ്വസ്തമാവരുത് എന്ന് ലോകം അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മരിക്കാൻ പോകുന്നത്. ഇന്ന് കത്തോലിക്ക സഭയിലെ ദാമ്പത്യ വിശ്വസ്തതയുടെ മധ്യസ്ഥനാണ് വിശുദ്ധ തോമസ് മൂർ. കൊച്ചിയിൽ പള്ളുരുത്തിയിലൊരു പള്ളിയുണ്ട്, സെയിൻറ്റ് തോമസ് മൂർ ചർച്ച്. അപ്പം ഞാൻ പറഞ്ഞു വെച്ചത് ബൈബിള്. ഇനി നമ്മുടെ ജീവിതത്തേക്ക് വരാം. മഞ്ഞമ്മൽ ധ്യാന കേന്ദ്രത്തിലെ ഒരു ക്യാപ്റ്റൻ, യാത്രാ കപ്പലിൽ ഒരു വലിയ ക്യാപ്റ്റൻ ധ്യാനിക്കാൻ വന്നു. അപ്പോൾ ഞാൻ സൈലൻസിന് പ്രാധാന്യം കൊടുക്കുന്നൊരു വ്യക്തിയാണ്. ഞാൻ പറഞ്ഞു, അത്യാവശ്യം മാത്രം സംസാരിച്ചാൽ മതി, അല്ലെങ്കിൽ എഴുതി കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഇയാൾ എൻ്റെ അടുത്ത് വന്ന് എഴുതി തന്നു, എനിക്കൊരു ബൈബിള് വേണമെന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ ഇയാൾ 5 ദിവസം കാണുന്നത് സദാസമയം ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ധ്യാനം കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, നിങ്ങളാരാ? ഞാൻ ഒരു ക്യാപ്റ്റനാണ്, വലിയ ആഡംബര കപ്പലിലെ ക്യാപ്റ്റനാണ്. ഞാൻ ചോദിച്ചു, എന്താ വിശേഷമൊന്നുമില്ല അച്ചോ, ഞാൻ 25th സിൽവർ ജൂബിലിയാണ്, എൻ്റെ വിവാഹ ജീവിതത്തിൻ്റെ സിൽവർ ജൂബിലിയാണ്. ഞാൻ ബൈബിള് പഠിക്കുന്ന ഒരാളാണ്. 25ാം പ്രാവശ്യമാണ് ഞാൻ ഈ ജൂബിലി സമയത്ത് വായിക്കുന്നത്. അത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛനോട് ബൈബിള് ഞാൻ വാങ്ങിച്ചത്. ഞാൻ ചോദിച്ചു, അല്ല 25 വർഷമായല്ലോ താങ്കൾ ദാമ്പത്യ ജീവിതം ആരംഭിച്ചിട്ട്, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ബൈബിള് നെഞ്ചത്ത് വെച്ചിട്ട് പറഞ്ഞു, അച്ഛാ പറയാനൊന്നേ ഉള്ളൂ, ബൈബിള് നെഞ്ചത്ത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ഭാര്യയോട് പറഞ്ഞ ഉടമ്പടി ഞാൻ തെറ്റിച്ചിട്ടില്ല. ഞാൻ വലിയ ലക്ഷറി കപ്പലിലെ യാത്രക്കാരനാണ്, സുന്ദരികളായ ലോകസുന്ദരികളെയൊക്കെ കാഴ്ചവെക്കും ഞങ്ങൾക്ക്. പക്ഷേ എൻ്റെ ഭാര്യയല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറ്റൊരു സ്ത്രീ കടന്നു വന്നിട്ടില്ല എന്ന് പറഞ്ഞത് ഞാൻ നിങ്ങളുടെ മുൻപിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. അങ്ങനെ നമുക്ക് പറയാനാവണം, എൻ്റെ ഭർത്താവല്ലാതെ വേറൊരു ഭർത്താവ്, എൻ്റെ ഭാര്യയല്ലാതെ വേറൊരു ഭാര്യ സ്വപ്നത്തിൽ പോലും ഉണ്ടായിട്ടില്ലെന്ന് പറയുന്നതാണ് കറകൂടാതെ ജീവിക്കുന്ന ഒരു ഭർത്താവിൻ്റെയും ഭാര്യയുടെയും വ്യക്തിത്വം. രണ്ടാമത്തെ പോയിന്റ്, നീതി പ്രവർത്തിക്കുന്നവൻ. ലൂക്ക 6:31. എന്താണ് നീതി? മറ്റുള്ളവർ അർഹിക്കുന്നത് കൊടുക്കുന്നതിനെയാണ് നീതി എന്ന് പറയുന്നത്. ബൈബിള് പറയുന്നു, മറ്റുള്ളവർ നിങ്ങളോട് എപ്രകാരം പ്രവർത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അപ്രകാരം പ്രവർത്തിക്കുന്നതിനെയാണ് നീതി എന്ന് പറയുന്നത്. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 3-ാം വാക്യം നിങ്ങൾക്കറിയാം. മറ്റുള്ളവരെ ശ്രേഷ്ഠരായിട്ട് അംഗീകരിക്കുക. മാത്സര്യം മൂലമോ വിഭാഗീയ ചിന്താഗതി മൂലമോ നിങ്ങൾ ഒന്നും ചെയ്യരുത്. മറ്റുള്ളവരെ വലിയവരായിട്ട് കാണണം. അതാണ് സ്നാപക യോഹന്നാൻ ചെയ്തത്. അവൻ വളരണം, ഞാൻ കുറയണം. അതാണ് വാസ്തവത്തിൽ, അതാണ് നീതി എന്ന് പറയുന്നത്.
ഈ ദൃഷ്ടാന്തം തോബിത്തിൻ്റെ പുസ്തകത്തിൽ അച്ഛൻ പറഞ്ഞുതരാം. ഈ തോബിത്ത് കല്യാണം കഴിക്കുന്നത് റഘുവേലിൻ്റെ മകൾ സാറയാണ്. എന്നിട്ട് ഏൽപ്പിച്ചിട്ട് പറയുന്ന ഒരു രംഗമുണ്ട്. മോനെ തോബിത്തെ, എൻ്റെ മോളെ നിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു തരികയാണ്. അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർത്തുള്ളി വീഴാൻ ഇടവരരുത്. ഓരോ വിവാഹ അവസരത്തിലും ഇരിക്കുന്ന മാതാപിതാക്കൾ നിങ്ങളുടെ മകളെ ഒരു ചെറുക്കൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അതല്ലേ നിങ്ങളുടെ ആഗ്രഹം, അതല്ലേ നിങ്ങളുടെ പ്രാർത്ഥന. ഇനി അവളോടും പറഞ്ഞു, മോളെ, നീ പോകുന്ന സ്ഥലത്തെ അപ്പനും അമ്മയും ആയിരിക്കും ഇനി മുതൽ നിന്റെ അപ്പനും അമ്മയും. നിന്നെക്കുറിച്ച് നല്ലത് കേൾക്കാൻ ഇടവരട്ടെ. ഇതാണ് നീതി. മൂന്നാമത്തേത്, ഹൃദയത്തിൽ സത്യം കാക്കുന്നവൻ. ഹൃദയത്തിൽ സത്യം കാക്കുന്നവൻ. ബൈബിൾ പറയുന്നു, ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നും അധരം സംസാരിക്കുന്നു. ഉള്ളിലേക്ക് പോകുന്നതല്ല ഒരാളെ അശുദ്ധനാക്കുന്നത്, ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നും അധരം സംസാരിക്കുന്നു. ഈശോയുടെ തിരുഹൃദയവും നമ്മുടെ ഹൃദയവും തമ്മിലുള്ള വ്യത്യാസം എന്താ? നിങ്ങളിപ്പോൾ തിരുഹൃദയ ദേവാലയത്തിലാണല്ലോ ഇരിക്കുന്നത്. ഈശോയുടെ ഹൃദയവും നമ്മുടെ ഹൃദയവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ കാറ്റക്കിസം ക്ലാസ്സിൽ ഇന്നത്തെ വചനം വായിച്ചപ്പോൾ ഉള്ളുകൊണ്ട് ഞാൻ ചിരിച്ചുപോയി. ഈ കാറ്റക്കിസം ക്ലാസ്സിൽ ഞാൻ ചോദ്യം ചോദിക്കും, മക്കളെ, ആരാണ് അപ്പോസ്തലൻ? അപ്പോൾ സ്ഥലത്തുള്ളവൻ. അപകടമാണ്, പിള്ളേരെ അങ്ങനെ പറയും. ആരാണ് അപ്പോസ്തലൻ? അയക്കപ്പെടേണ്ടവൻ. ഈശോയെ അടുത്ത് അറിഞ്ഞ് അനുഭവിച്ച് ആസ്വദിച്ച് അറിയിക്കുന്നവനാണ് 5 അപ്പോസ്തലനാവുള്ളൂ. ഈ വചനം ഇന്ന് വായിച്ച സുവിശേഷം വായിച്ച് കർത്താവ് വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്നു നീങ്ങി. അപ്പം ഞാൻ കാറ്റക്കിസം കുട്ടികൾ ചോദിച്ചേടാ, വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്നു പോയത് ആരാ? ഞാൻ പറയാച്ചാ, പറയടാ, എൻ്റെ അപ്പൻ എന്ന് പറഞ്ഞതുപോലെ നമ്മളിവിടെ ധ്യാനിക്കുന്ന വിഷയം എന്താണ്? ഹൃദയത്തിൽ സത്യം കാക്കുന്നവൻ. അപ്പൊ ഈശോയുടെ ഹൃദയവും നമ്മുടെ ഹൃദയവും തമ്മിലുള്ള വ്യത്യാസം എന്താ? സിമ്പിളാണ്. നമ്മുടെ ഈശോയുടെ തിരുഹൃദയത്തിന്റെ നോക്ക്, ഈശോയുടെ ഹൃദയവും നമ്മുടെ ഹൃദയവും തമ്മിലുള്ള വ്യത്യാസം എന്താ? കൊച്ചുകുട്ടി എന്നോട് പറഞ്ഞു, അച്ഛൻ ഞാൻ പറയാം, പറ മോനെ, ഈശോയുടെ ഹൃദയം പുറത്താണ്, നമ്മുടെ ഹൃദയം അകത്താണ്. ഇത്ര മനോഹരമായ ആൻസർ, ശരിയല്ലേ? ആ കൊച്ചിൻ്റെ ആൻസർ എന്ന് വെച്ചാൽ ഭയങ്കര ദൈവശാസ്ത്രമാണ് അവൻ പറഞ്ഞത്. നമ്മുടെ ഹൃദയം അകത്താണ്, ഈശോയുടെ ഹൃദയം പുറത്താണ്. നമ്മുടെ ഹൃദയം രഹസ്യമാണ്, ഈശോയുടെ ഹൃദയം പരസ്യമാണ്. ആദ്യത്തെ സ്റ്റോറിയില്ലേ, ടോണി, വിൽ യു ഗിവ് എ ബ്രോക്കൺ ഹാർട്ട്, ഐ വിൽ ഗിവ് മൈ ഹാർട്ട്. അച്ഛൻ പറഞ്ഞ സ്റ്റോറി ഓർമ്മയില്ലേ? അപ്പൊ പരസ്യമായ ഹൃദയമാണ് ഈശോയുടേത്. അന്തോണിസ് അച്ഛൻ ഒരു പ്രസംഗം പറഞ്ഞിട്ടുണ്ട്, ലൈഫ് ആൻഡ് ഡെത്ത് ഡിപ്പെൻഡ്സ് അപ്പോൺ 3 things. വലുതും മനസ്സിലായ? ലൈഫ് ആൻഡ് ഡെത്ത് ഡിപ്പെൻഡ്സ് അപ്പോൺ 3 things. ജീവനും മരണവും 3 കാര്യങ്ങളിലാണ് അന്തർലീനമായിരിക്കുന്നത്. വൺസ് ഹാർട്ട്, വൺസ് മൗത്ത്, വൺസ് ഹാൻഡ്സ്. ജീവനും മരണവും അടങ്ങിയിരിക്കുന്നത് ഒരുവൻ്റെ ഹൃദയത്തിലും ഒരുവൻ്റെ അധരത്തിലും അവൻ്റെ കരങ്ങളിലുമാണ്. ചിന്ത, വാക്ക്, കർമ്മം. ഇനി നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിലുണ്ടല്ലോ, ഭാഷാപരം അച്ഛൻ ഉപയോഗിക്കണം. അതായത് നാടൻ ഭാഷ. അതായത് ഒരുവൻ്റെ വിജയത്തിനും പരാജയത്തിനും കാരണം ഉള്ളിലിരിപ്പ്, വായിലിരിപ്പ്, കയ്യിലിരിപ്പ്. ഇപ്പോൾ മനസ്സിലായി? ഭാഷാപരം. ഇതാണ് ഭാഷാപരം എന്ന് പറഞ്ഞത്. ഉള്ളിലിരിപ്പ് നല്ലതാണെങ്കിൽ വായിലിരിപ്പ് എന്നാകും, വായിലിരിപ്പ് എന്നാണെങ്കിൽ കയ്യിലിരിപ്പ് എന്നാകും. ക്ലിയർ ആയില്ല? പ്രൈസ് ദി ലോർഡ്. എന്താ എത്ര നാടൻ മണി പഠിച്ച് തെതവും പാടി. നാടൻ മലയാളം എന്ന് വെച്ചാൽ അല്ലെ, കുറിക്കുകൊള്ളാണ് ഉള്ളിലിരിപ്പ്, വായിലിരിപ്പ്, കയ്യിലിരിപ്പ്. അതാണ് ഹൃദയത്തിൽ സത്യം കാക്കുന്നവൻ. അപ്പൊ ഈ നീതിമാന്റെ ഉള്ളിലിരിപ്പും വായിലിരിപ്പും കയ്യിലിരിപ്പും നല്ലതായിരിക്കണം. അതാണ് സങ്കീർത്തകൻ പറഞ്ഞത്. അടുത്തത്, നാവുകൊണ്ട് വഞ്ചിക്കാത്തവൻ. അടുത്ത വാക്കെന്താണ്? നാവുകൊണ്ട് വഞ്ചിക്കാത്തവൻ. അപ്പം നാവുകൊണ്ട് വഞ്ചിക്കാത്തവൻ എന്ന് പറയുമ്പോൾ പലതരം നാവുണ്ട്. മധുരവാക്ക് പറയുന്ന നാവ്, മുഖസ്തുതി പറയുന്ന നാവ്, വമ്പു പറയുന്ന നാവ്, ആത്മപ്രശംസ പറയുന്ന നാവ്, കള്ളം പറയുന്ന നാവ്, വിനാശകരമായ നാവ്, ദ്രോഹവും അനീതിയും പരത്തുന്ന നാവ്. 8 തരം നാവാണ് ഞാൻ പറഞ്ഞത്. മറിച്ച് ഏറ്റവും നല്ല നാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞു, സൗമ്യതയുള്ള നാവ്, പിന്നെ സുഖപ്പെടുത്തുന്ന നാവ്. അപ്പം നാവ് കൊണ്ട് നമ്മളെ വഞ്ചിക്കരുത്. നമ്മുടെ സകല ജീവിതവും വരുന്നത് എന്താണ്? അതുകൊണ്ട് പ്രമാണം എഴുതിയിട്ടുണ്ട് അല്ലേ, കള്ളസാക്ഷ്യം പറയരുത്. പ്രമാണത്തിൽ നാവിനെ കുറിച്ച് എഴുതിയും വെച്ചിട്ടുണ്ട്, കള്ളസാക്ഷ്യം പറയരുത്. പക്ഷെ നമ്മൾ എന്തെല്ലാമാണ് ചെയ്യുന്നത്?
നമ്മുടെ കുടുംബത്തിൽ തന്നെ എന്തെല്ലാം ചെയ്തത്? കഴിഞ്ഞ ദിവസം നാവിന് ക്യാൻസർ വന്ന ഒരു സംഭവം അച്ഛൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ശരിയല്ലേ? ഒരു നിരപരാധിയായ അപ്പച്ചനെ തേജോവധം ചെയ്തുകൊണ്ട് മാറി താമസിക്കാൻ വേണ്ടി അവൾ ചെയ്ത ഏഷണിയല്ലേ, അവൾ ചെയ്ത ദ്രോഹമല്ലേ, അവൾ ചെയ്ത അനീതിയല്ലേ? ഒടുവിൽ തമ്പുരാൻ തെളിയിച്ചു. അതാണ് സത്യം നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുമെന്ന് വചനം പറയുന്നത്. ഇനി 5, സഹോദരനോട് തിന്മ ചെയ്യാത്തവൻ. നമ്മളുടെ വീടുകളിലൊക്കെ ഈ ചെറുപ്പത്തിൽ എല്ലാവരും വലിയ സ്നേഹമാണല്ലേ. കല്യാണമൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ സഹോദരന്മാർ അല്ലേ, ത്യാഗങ്ങൾ സഹിച്ചു വളർത്തിയ വ്യക്തികൾ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്ന ധാരാളം അനുഭവങ്ങളുണ്ട്, ശരിയല്ലേ? സഹോദരന്മാർ തമ്മിൽ അടിക്കുന്നില്ലേ? ഉണ്ടല്ലോ. നമ്മുടെ ഈ വൈപ്പിൻകരയിലുണ്ട്, നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ട് അല്ലേ. സഹോദരന്മാർ പിന്നീട് അന്യരായി പോകുന്നു, ശത്രുക്കളായി പോയിട്ട് മിണ്ടുന്നില്ല. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമ്മൾ ക്ഷമിച്ചില്ലെങ്കിൽ അത് തുടരും അല്ലേ, ശരിയല്ലേ? ഇപ്പോൾ ഇരിക്കുന്ന സഹോദരിയും ഞാനും തമ്മിൽ വഴക്കിട്ടിട്ട് ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞു തീർന്നില്ലെങ്കിൽ ആര് കയറി പിടിക്കും? മക്കൾ പിടിക്കും. അത് കഴിഞ്ഞ് മക്കളുടെ മക്കൾ പിടിക്കും. ക്ഷമിക്കുന്നത് കൊണ്ട് വല്ല നഷ്ടം ഉണ്ടാവുമോ? ഒരിക്കലും ഒരു നഷ്ടം ഉണ്ടാവില്ല, ലാഭം ഉണ്ടാവുകയുള്ളൂ. കാരണം അവരെല്ലാം നമ്മുടെ വീട്ടിലേക്ക് വരാൻ തുടങ്ങും. എനിക്കറിയാവുന്ന 3 ബ്രദേഴ്സ് എറണാകുളത്തുണ്ടായിരുന്നു. എന്ത് ഐക്യമായിരുന്നു എന്നറിയാമോ? അവരുമായി നല്ല ബന്ധമുള്ളൂ. പിന്നീട് പിശാച് കയറി, രണ്ടും ഒന്നായിട്ട് മാറി. ഒടുവിൽ വലിയ ദുരന്തം വന്നപ്പോൾ ഈ ഇളയവനായിരുന്നു, ജോസഫിൻ്റെ ചരിത്രം പോലെ ഈ ഇളയവനാണ് അവരുടെ കാര്യത്തിൽ ഇടപെടുകയും രോഗം വന്നപ്പോൾ അവരറിയാതെ ആസ്പത്രിയിൽ പോയി എല്ലാ വൈദ്യസഹായം ബില്ല് പോലും പേ ചെയ്യണേന്ന്. അവരതറിയുന്നില്ല, ആരാണെന്ന് അവർക്കറിയാനും പാടില്ല. ഫോട്ടോ എടുക്കാൻ പോലും മാറി നിൽക്കണമെന്ന് ചേട്ടൻ പറയുമായിരുന്നു. എന്നിട്ട് പോലും സ്നേഹിച്ചു. ഒടുവിൽ വലിയൊരു ദുരന്തം നമ്മുടെ എറണാകുളത്തുണ്ടായപ്പോൾ അവരെ രക്ഷിക്കാനും ആ ദുരന്തം വന്ന കെട്ടിടം പുനഃസ്ഥാപിക്കാനും സാധിച്ചത് ഇളയവനാണ്. ഇന്ന് വലിയ സുഹൃത്തുക്കളാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു വച്ചത്, സഹോദരനോട് തിന്മ ചെയ്യാത്തവനാണ് നീതിമാൻ. നമ്മളൊക്കെ ഈ ബൈബിൾ കൺവെൻഷൻ കൂടിയതുകൊണ്ടായില്ല, പോസ്റ്റ്മോർട്ടമൊന്നും വേണ്ട, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എന്നൊന്ന് പറഞ്ഞാൽ മതിയാകും. എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തിയുണ്ട്, അവർ മൂവാറ്റുപുഴക്കാരാണ്. മസ്കറ്റിൽ ചെന്നപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. വീട്ടിലിങ്ങനെ പൂമാലയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഇത് ആരാണ്? ചേട്ടനാണ്. എന്താ പറ്റിയത്? ഞാൻ ചേട്ടനോട് ചെയ്ത വലിയ തെറ്റാണ്. എന്തു പറ്റി? ചേട്ടൻ്റെ ജോലിയാണ് എനിക്ക് തന്നത്. കാരണം ചേട്ടൻ അത്രമാത്രം സമ്പാദിച്ചിട്ട് ചേട്ടന് നല്ല ഹോൾഡ് ഉള്ളത് കൊണ്ട് മസ്കറ്റിലെ ജോലി എനിക്ക് തന്നു. അങ്ങനെ ഞാനും വലുതായി. ചേട്ടൻ എന്നെ ശാസിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അന്ന് തുടങ്ങി ഞങ്ങൾ വഴക്കായി, മിണ്ടില്ല. എൻ്റെ കല്യാണം മുഴുവൻ നടത്തി തന്നൊന്ന് സകല ചെലവ് എൻ്റെ ചേട്ടനാണ് ചെയ്തത്. അതൊക്കെ ഞാൻ മറന്നുപോയി അച്ഛാ. ഒടുവിൽ എനിക്കൊരു കുഞ്ഞ് ജനിച്ചപ്പോൾ കുഞ്ഞിൻ്റെ ക്രിസ്നിങ്ങിന് പോലും ഞാൻ വിളിച്ചില്ല. ചെയ്താണ് ഞാൻ കുമ്പസാരം പറഞ്ഞാണ് അച്ഛാ, ഓപ്പൺ കൺഫെഷൻ പറഞ്ഞാണ്. എൻ്റെ അപ്പനെയാണ് വിട്ടത് ക്ഷണിക്കാൻ വേണ്ടിയിട്ട്. അപ്പൻ ക്ഷണിക്കാൻ ചെന്നപ്പോൾ ചേട്ടൻ പറഞ്ഞു, അപ്പൻ്റെ പേരക്കിടാവല്ലേ, അവൻ്റെ മോനല്ലേ, അവൻ എന്നെ വിളിക്കാനായിട്ട് അവന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവൻ വെറുതെ ഒരു മിസ് കോൾ വിട്ടാലും ഞാനത് ക്ഷണമായിട്ട് സ്വീകരിച്ചോളാം, വെറുതെ ഒരു മെസ്സേജ് വിട്ടാൽ. എന്നിട്ട് പോലും എൻ്റെ പട്ടി പോലും ക്ഷമിക്കില്ലെന്ന് പറഞ്ഞു. ഒടുവിൽ എന്തു പറ്റി? 1000 പേരെ വിളിച്ചാണ് മാമോദീസ നടത്തിയത്. തറവാട്ടിൽ നിന്ന് മാറി താമസിക്കുന്ന ബ്രദറിനെ വിളിച്ചില്ല. ഒടുവിൽ അയാൾ ഈ സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാളുടെ കാറിൽ മക്കളോടുകൂടി വേളാങ്കണ്ണിക്ക് പോയി. കുഞ്ഞിൻ്റെ മാമോദീസ നടക്കുമ്പോൾ വേളാങ്കണ്ണി സമീപത്തിൽ തഞ്ചാവൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഫോൺ വരണേന്ന്. ഫോണിൽ പറഞ്ഞെന്താണ്, ഇവിടെ ഒരാൾ മരിച്ചിട്ടുണ്ട്. ആരാ മരിച്ചത്? ബ്രദർ. ഓടിച്ചിരുന്ന ആൾ ഒരു ടിപ്പർ ലോറിയുമായിട്ട് ഇടിച്ച് ഓൺ ദ സ്പോട്ടിൽ മരിച്ചുപോയി. എന്നിട്ട് ഇന്ന് മാലയിട്ട് വെച്ചിട്ട് എന്താ കാര്യം? ഇപ്പം നമ്മുടെയൊക്കെ വീടുകളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം, അല്ലാതെ ചത്ത കൊച്ചിൻ്റെ ജാതകം വായിച്ചിട്ട് കാര്യമില്ല. അതാണ് സഹോദരനോട് തിന്മ ചെയ്യാത്തവൻ. നമ്മൾ പോരായ്മകളുണ്ട്, നമ്മൾ മനുഷ്യരാണ്. ചിലപ്പോൾ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടൊക്കെ ഉണ്ടെങ്കിലും അതൊന്ന് നിരുപാധികം ക്ഷമിക്കണം. ഈശോ പഠിപ്പിച്ചത് എന്താണ്? ബലിയർപ്പിക്കാൻ വരുമ്പോൾ ആരോടെങ്കിലും നീരസം ഉണ്ടെങ്കിൽ അല്ലേ, നീ നിൻ്റെ സഹോദരനോട് ക്ഷമിക്കുന്നില്ല എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നിന്നോട് ക്ഷമിക്കില്ല. സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥന എങ്ങനെയാണ്? ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കുന്നത് പോലെ അല്ലേ. അന്ത്യത്താഴ സമയത്ത് ആരുടെ പാദങ്ങളാണ് കഴിയത്? 3 വട്ടം തള്ളിപ്പറയാൻ പോകുന്നവരെ 30 വെള്ളിക്കാശ് വിലയിട്ടവനെയും. ആദ്യത്തെ കുർബാന കൊടുത്തത് ആർക്കാ? യൂദാസിന്. ഒടുവിൽ കുരിശെ കിടക്കുമ്പോൾ ഈശോയുടെ തിരുവിലാവ് കുത്തി തുറന്നപ്പോൾ ആ അവശേഷിച്ച രക്തം ആർക്കാ കൊടുത്തത്? തന്നെ കുത്തിയവനാ കൊടുത്തത്. അപ്പോൾ ഈശോ പഠിപ്പിച്ചത് മുഴുവനും
ഈ സഹോദരനുമായുള്ള ബന്ധമാണ് ഫ്രത്തേളി തൂത്തി. 6, അയൽക്കാരനെതിരെ പ്രേരണയ്ക്ക് വഴങ്ങാത്തവൻ. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട അയൽപ്പക്കക്കാരുമായുള്ള നല്ല ബന്ധം കൊണ്ടാണ്. ഞാൻ ഓർത്തുപോയി, എൻ്റെ വീട് പനങ്ങാടാണ്. ഞങ്ങൾ 5 രഹസ്യമാണെന്ന് ഞാൻ പറഞ്ഞില്ല. ആദ്യത്തെ രഹസ്യം പെണ്ണാണ്, ബാക്കി 4 ആണാണ്. അപ്പോൾ വീട്ടിൽ ഒത്തിരി മാവുണ്ട്, പലതരം മാവ്, മൾഗോവ മാവ്, കല്ലുകെട്ടി മാവ്, ഗൗദാത്ത മാവ്, നീലം മാവ്, നീലാർപ്പൂസ് മാവ്, സേലം മാങ്ങ, കിളിച്ചുണ്ടൻ മാങ്ങ, ഒരുപാട് ഞങ്ങൾക്ക് സ്ഥലമുള്ളത് കൊണ്ട് ഇങ്ങനെ പലതരം മാവാണ്. മാങ്ങ വഴിപ്പിക്കുന്ന ആൾ ഞാനാണ്. അപ്പോൾ പത്താഴത്തിൽ പൊക്കാളി പത്താഴമുണ്ട്, അതിൻ്റെ അടിയിൽ ഇങ്ങനെ പശുവൊക്കെ ഉള്ളതുകൊണ്ട് വൈക്കോലിട്ടിട്ട് ഒരു ലെയർ, അതിൻ്റെ മുകളിൽ അടുത്ത ലെയർ. പഴുത്ത് കഴിയുമ്പോൾ അമ്മ വാലംകൊട്ടയുണ്ട്. ഈ വാലംകൊട്ട എന്നൊക്കെ പറഞ്ഞത് കൊച്ചിന് മനസ്സിലാകുമെന്ന് അറിയാൻ പാടില്ല. അതായത് ഇങ്ങനെ കൂർത്തിരിക്കും. ആ കൊട്ടയുടെ അകത്ത് 10ഉം 20ഉം മാങ്ങ എടുത്തു വച്ചിട്ട് ആദ്യം കൊടുക്കണ ആർക്കാണ്? ഞങ്ങൾക്കല്ല തരുന്നത്. അമ്മ പറയും, മോനെ അടുത്ത വീട്ടിലേക്ക് പോകാം. ഞങ്ങൾ 5 മക്കളും ഈ കൊട്ട നിറയെ പഴുത്ത നല്ല മാങ്ങയുമായിട്ട് പോയി കൊണ്ടേ കൊടുക്കും. അതാണ് അയൽപ്പക്കക്കാരുമായുള്ള ബന്ധം. പിന്നെ കോഴി വളർത്തൽ, പട്ടി, ഇതൊക്കെ ഉണ്ടാവും. എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ അയൽ വീട്ടിൽ ചെന്ന് ചേട്ടാ പട്ടിക്ക് തീറ്റ കൊടുത്തേക്കണേ, കോഴിക്ക് തീറ്റ കൊടുത്തേക്കണേ. എന്ത് ബന്ധമാണെന്ന് നോക്കിയേ. അതുപോലെ തന്നെ അവിടെ ചിലപ്പോൾ ബക്രീദായിരിക്കാം, മുസ്ലിംസ് ഉണ്ട്, അവർ നമ്മൾ വിളിക്കണേന്. ഓണം വരുമ്പോൾ അവർ വിളിക്കണേന്. നമ്മൾ ക്രിസ്മസ് വരുമ്പോൾ ഭയങ്കര ബന്ധമാണ്. ഈ ബന്ധം നമുക്കിന്ന് നഷ്ടപ്പെട്ടു പോയില്ലേ? ഈ ബന്ധമുള്ളത് കാണാതെ പോയപ്പോൾ യൗസേപ്പ് പിതാവ് മറ്റൊക്കെ ചിന്തിച്ചെന്താണ്? ബന്ധുക്കളുടെ അയൽപ്പക്കക്കാരുടെ കൂടെ ഉണ്ടാകുമെന്ന്. എന്തുറപ്പാൻ ചങ്കൂറ്റ. അപ്പം നമുക്ക് നഷ്ടപ്പെട്ടൊരു കാര്യമാണ് അല്ലേ? ആ ബന്ധങ്ങൾ പോയില്ലേ? ഇല്ലെന്നച്ഛൻ പറയുന്നില്ല കേട്ടോ. നല്ല ബന്ധങ്ങളുള്ള ധാരാളം കുടുംബങ്ങളുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരാണ് ഇവിടെ വന്നിരിക്കണമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എങ്കിലും എത്ര % എന്നുള്ളത് നമുക്ക് ധ്യാനിക്കാം. 7, ദുഷ്ടനോട് കൂട്ടുകൂടാത്തവൻ. ഇത് ശ്രദ്ധിക്കണം കേട്ടോ. അതായത് നമ്മൾ കുടുംബജീവിതമൊക്കെ നയിക്കാൻ തുടങ്ങുമ്പോൾ വേണ്ടാത്ത ബന്ധങ്ങൾ, ചീട്ടുകളി, പലതരം കളികളൊക്കെ ഉണ്ട്, അതിലേക്ക് പോകരുത്. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മുടെ രൂപതയിലെ ഒരു അറിയപ്പെടുന്ന ഇടവക, അപ്പം ഈ ഒരു കൂട്ടുകാരനാണ്. ആ കൂട്ടുകാരന് വീട്ടിൽ ഈ പെൺകുട്ടി, അവൾക്ക് പ്രായം കുറവ്, അവനുമായിട്ട് എന്തോ ഒരു വേണ്ടാത്ത ബന്ധമുണ്ടായി. അപ്പം ഇവന് വേണ്ടാത്തൊരു ബന്ധമുണ്ടായപ്പോൾ അത് മുടക്കിയത് ഈ കുട്ടിയുടെ അപ്പനാണ്. അന്ന് പറഞ്ഞു, നീ എൻ്റെ ചെവിക്കാണെന്ന് ഉള്ളിയേക്കണം, നിനക്ക് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അയാൾക്ക് 28 വയസ്സുണ്ട് കേട്ടോ ഈ കൂട്ടുകാരൻ. എന്നിട്ട് എന്താ ചെയ്തത്? വീട്ടിൽ വരും. അപ്പോൾ ഇവള് വിളിക്കണത് അങ്കിൾ എന്നും പറഞ്ഞാണ് വിളിക്കണത്. ചുരുക്കി പറഞ്ഞ ഒരു സുപ്രഭാതി ഇയാളുടെ മകളെ അടിച്ചോണ്ട് പോയി. നോക്കേ, ദുഷ്ടത്തരമല്ലേ ചെയ്തത്? കൂട്ടുകാരനെന്ന് പറഞ്ഞത് ഈ അപ്പൻ്റെ പ്രായമുള്ളവൻ ഈ മൂത്ത മകളെയും കൊണ്ടുപോയി. അതാണ് നമ്മൾ വേണ്ടാത്ത ബന്ധങ്ങൾ പാടില്ല. എൻ്റെ ഒരു ടീച്ചറുണ്ട്. ആ ടീച്ചർ എന്നോട് പറയാം, അച്ഛാ ഞാൻ അറിയപ്പെടുന്ന കോളേജിലെ ടീച്ചറാണ്. ഞങ്ങൾ 8 മക്കളാണ്, 4 ആണും 4 പെണ്ണും. എൻ്റെ ഒറ്റ പ്രാർത്ഥനയുള്ളൂ, മദ്യപിക്കാത്ത ഒരു വ്യക്തിയെ കിട്ടണമെന്ന്. പക്ഷെ അച്ഛൻ എവിടെയെങ്കിലും അന്വേഷിക്കുക. ആദ്യ രാത്രി ഞാൻ ചെല്ലുമ്പോൾ എന്നൊരു കൊച്ചുകുട്ടിയാണ് മണവറയിലേക്ക് കൊണ്ടുവന്നത്. നിറയെ സോഡായും അതുപോലെ മദ്യലഹരിയുമാണ്. എല്ലാവരും കുടിച്ച് ഉന്മത്തരായിരിക്കുകയാണ്. പേടിയായിരുന്നു. പണ്ട് കൂട്ടിരിക്കാൻ വേണ്ടി പോകുമായിരുന്നു. ഇപ്പം അതൊന്നും ഇല്ലല്ല, നേരത്തെ തന്നെ കൂട്ടിരിക്കണേനല്ല, അപ്പോൾ പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് പണ്ട് ഞാൻ കൂട്ടിരിക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞത് ഇവർക്ക് മനസ്സിലാവും, മറ്റേ ചെറുപ്പക്കാർക്ക് മനസ്സിലായില്ല. അപ്പോൾ കൂട്ടിരിക്കലൊന്നുമില്ല, മദ്യപിച്ച് എല്ലാവരും ഇരിക്കണേന്ന്. ഒടുവിൽ ആദ്യ രാത്രിയാണ് കേട്ടാ ഈ പാർട്ടിയിൽ നിന്ന് മൂക്കറ്റം കുടിച്ചു വന്നിട്ട് പറഞ്ഞു, നീ ഇവിടെ കിടന്നോന്ന് പറഞ്ഞ് അടുത്ത മുറിയിൽ പോയി കിടന്നു. ഫസ്റ്റ് നൈറ്റാണ്. എന്നിട്ട് ടീച്ചർ എന്നോട് ചോദിക്കണേ, അച്ഛന് ഏതെങ്കിലും ദമ്പതികളോട് ചോദിക്കും ഇതുപോലത്തെ ഒരു ഫസ്റ്റ് നൈറ്റ് ഉണ്ടാന്ന്. പ്രാർത്ഥിച്ചത് എന്താണ്? മദ്യപിക്കാത്തൊരു വ്യക്തിയെ ചെന്ന് പെട്ടതോ മുഴുകുടിയന്മാരുടെ വീട്ടിലാണ് ചെന്നത്, ഒരു ബാറിലേക്കാണ് ചെന്നത്. എന്നിട്ട് അന്നത്തെ രാത്രി ഇയാൾ കുടിക്കാൻ പാടില്ല. ഇയാൾ കുടിച്ച് മൂക്കറ്റം കുടിച്ച് വന്നിട്ട് രാത്രി 12 മണി വരെയും ഭാര്യ കാത്തിരിക്കണേന്ന്. എന്നിട്ട് ഇയാൾ അടുത്ത മുറിയിൽ പോയി അതിലടച്ച് കിടന്നുറങ്ങി. തീർന്നില്ല, പിന്നീട് ഇവന്മാരെ എല്ലാം വരണാണ്. വിവാഹം കഴിഞ്ഞിട്ടും വീട്ടിൽ വരും. ഇയാളുടെ വീക്ക്നെസ് എന്താണ്? ഈ കോഴി ഫ്രൈ, ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ടീച്ചറിന് അവധിയുള്ള ദിവസം എല്ലാത്തിനെയും കൂടി കൊണ്ടുവരും. ഇയാൾ ഒരല്പം അടിച്ചാൽ മതി, ഉടനെ വാള് പണിയും. പത്രോസിൻ്റെ വാളാണ്. വാളെന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായ? ഈ ഛർദ്ദിക്കണ കാര്യമാണ്, അതൊരു ലാംഗ്വേജാണേ, വാള് പണിയാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇയാൾ ഉടനെ ബോധം കെട്ടുപോകും. നല്ല 5 ആണുങ്ങളുമായിട്ട് വന്നേക്കണേന്ന്. ഇയാൾ അടിച്ച് വീലായിട്ട് കിടക്കണേന്ന്.
എന്നിട്ട് ഒരുത്തൻ കിച്ചണിലേക്ക് വന്നേക്കണേ, ടീച്ചർ ചിക്കൻ വറുത്തുകൊണ്ടിരിക്കണേന്ന്. ഇന്ന് ആലോചിക്കുക, മൂക്കറ്റം മദ്യപിച്ച ഇവൻ, കാരണം മദ്യാസക്തി അല്ലേ, മദ്യപാനം, വ്യഭിചാരം, കൊലപാതകം ഒരുമിച്ച് പോകും. ടീച്ചർ മനസ്സിൽ ആത്മഹത്യം ചെയ്തു. ആരെങ്കിലും ഇവിടെ വന്ന് എന്നെ തൊട്ടാൽ വെട്ടിക്കൊല്ലും, ഞാനും ചാകുമെന്ന്. ഒന്നും സംഭവിച്ചില്ലെന്ന് ടീച്ചർ എന്നോട് പറഞ്ഞു. അതാണ് ദുഷ്ടനോട് കൂട്ടുകൂടാതെ. അടുത്തത് ദൈവഭക്തനെ മാനിക്കുന്നവൻ. ഇത് ഇന്നത്തെ കറണ്ട് ടോപ്പിക്കാണ്. സോഷ്യൽ മീഡിയയിലൂടെ മെത്രാന്മാർ, അച്ഛന്മാർ ഇവരെയൊക്കെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കണേന്ന്. ആകാശത്തൂടെ എത്രയോ പ്ലെയിൻ പോകുന്നുണ്ട്. ഒരു പ്ലെയിൻ വീണ അതിനെക്കുറിച്ചല്ല പ്രശ്നം, 99 വലിയ പ്ലെയിൻ പോകുന്നുണ്ടല്ലോ. ഞാനൊന്ന് ചോദിക്കട്ടെ, ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടി ഏതാണ്? മൗണ്ട് എവറസ്റ്റ് അല്ലേ? അതിൽ കയറിയിട്ട് പലരും ചത്തുപോയില്ലേ, വീണുപോയില്ലേ? ആരാ മൗണ്ട് എവറസ്റ്റിൽ കയറിയത്? ടെൻസിങ്ങും ഹിലാരിയും. അപ്പം ആ മലയിൽ കയറിയവർ പലരും വീണുപോയി, ചത്തുപോയെങ്കിലും മലയുടെ ഉയരം കുറയുമോ? ഇനി നമുക്ക് കത്തോലിക്ക സഭയിലേക്ക് വരാം. കത്തോലിക്ക സഭ ഏകമാണ്, വിശുദ്ധമാണ്, സാർവത്രികമാണ്. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സങ്കീർത്തനം 24, ആര് കർത്താവിൻ്റെ മലയിൽ പ്രവേശിക്കും? നിർമ്മലമായ ഹൃദയവും പവിത്രമായ കരങ്ങളുള്ളവർ. അപ്പം നമ്മുടെ ബൈബിൾ നോക്കാമെങ്കിൽ ദാവീദും സാംസണും പത്രോസും യൂദാസും പരാജയപ്പെട്ടുള്ളൊരു സഭയിലാണ്, അല്ലെ? പോരായ്മകൾ വന്നിട്ടുണ്ട്. സഭയിൽ പാപ്പാമാർ വീണുപോയിട്ടുണ്ട്, മെത്രാന്മാർ വീണുപോയിട്ടുണ്ട്, വൈദികർ വീണുപോയിട്ടുണ്ട്, സന്യസ്തർ വീണുപോയിട്ടുണ്ട്, അൽമാർ വീണുപോയിട്ടുണ്ട്. എന്നും പറഞ്ഞ് സഭയുടെ വിശുദ്ധിക്ക് കുറവുണ്ടോ? ഇല്ല, വിശുദ്ധി കൂടി. അതായത് ഇവരിതിന് പറ്റാത്തവരാണ്, പൊയ്ക്കോട്ടെ. അങ്ങനെ കാണാനുള്ള വിശ്വാസം നമുക്കുണ്ടാവണം. അല്ലാതെ അതിനെ ഹൈലൈറ്റ് ചെയ്യും. എന്തുമാത്രം വിശുദ്ധരായിട്ടുള്ള വൈദികരുണ്ട് ഇന്ന് കേരളത്തിലല്ല, ഇന്ത്യയിൽ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അതിന് കാരണം എന്താണ്? നമ്മുടെ കത്തോലിക്ക മിഷണറിമാർ ഇവിടെ വന്നതുകൊണ്ടാണ്. ശരിയല്ലേ? ഇന്ന് മറ്റുള്ള മതങ്ങളൊക്കെ ഈ വിദ്യാഭ്യാസ മേഖലകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും ശക്തമായ കാര്യങ്ങൾ പറയണം, നമ്മുടെ സഭയെ താറടിക്കുക. അപ്പം നെഗറ്റീവാണ് വരുന്നത്. ഇനി പ്രശ്നം വരാമാണ്, പള്ളിയിൽ എത്ര പേര് വരും? ഇനി ഇങ്ങനെയൊക്കെ വന്നപ്പോൾ നമ്മുടെ പിള്ളേർ ട്രാൻസ് എന്നും പറഞ്ഞൊരു പടം ഇറങ്ങിയിട്ടുണ്ട്. ട്രാൻസ് എന്നും പറഞ്ഞൊരു പടം ഇറങ്ങിയേക്കണേ എന്താണ്? മുഴുവനും കത്തോലിക്ക സഭയെ താറടിച്ചുകൊണ്ടുള്ള പടമാണ്, നെഗറ്റീവായിട്ടുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ള പടങ്ങളും സോഷ്യൽ മീഡിയ ആഘോഷിക്കുമ്പോൾ വല്ലാത്ത ക്ഷതമാണ് വരുമ്പോൾ നമ്മുടെ വിശ്വാസം ഇവിടെയാണ് ഊതിക്കാച്ച് പൊന്നുപോലെ നമ്മൾ സൂക്ഷിക്കേണ്ടത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു വെച്ചത്, നമ്മുടെ കുടുംബത്തിൽ ആദ്യം വ്യക്തികൾ നന്നാവണം, കുടുംബം നന്നാവണം, അപ്പോഴാണ് സഭ നന്നാവുന്നത്. നമ്മളൊരിക്കലും നമ്മുടെ എട്ടും പൊട്ടും തിരിയാത്ത പിള്ളേരോട് ഒരിക്കലും ദൈവഭക്തരായ അഭിഷിക്തരായ വ്യക്തികളെക്കുറിച്ച് പറയരുത്. അച്ഛനൊരു ഉദാഹരണം പറയാം, പോസിറ്റീവാണ്. ഞങ്ങളുടെ സഭയിലെ 2 അച്ഛന്മാരാണ്. ഫിർമൂസ് കാച്ചപ്പള്ളി, ഫേമസ് ആയിട്ടുള്ളൊരു അച്ഛനാണ്. കേരള സഭയിലെ വലിയൊരു അച്ഛനാണ് ഫിർമൂസ് കാച്ചപ്പള്ളി, മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ അനുജനാണ് ഇപ്പോൾ 50ാമത്തെ സുവർണ ജൂബിലി പൗരോഹിത്യത്തിൻ്റെ ആഘോഷിക്കാൻ ഫാദർ കാസിയാൻ കാച്ചപ്പള്ളി. അച്ഛൻ എന്നോട് പറഞ്ഞൊരു കാര്യം കേട്ടോ. ഇടപ്പള്ളിയാണ് വീട്. ഇദ്ദേഹം എപ്പോഴും അപ്പൻ്റെ വിരൽത്തുമ്പ് പിടിച്ച് ഇടപ്പള്ളി പള്ളിയിൽ കുർബാനയ്ക്ക് വരും. കുർബാനയ്ക്ക് കൊച്ചു വരുന്നത് എന്തിനാണ്? കുർബാന കഴിഞ്ഞ് അപ്പൻ ചായക്കടയിൽ നിന്ന് പുട്ടും കടലയും വാങ്ങിച്ചു കൊടുക്കും. അപ്പോൾ അവൻ പള്ളി വരുന്നത് എന്തിനാണ്? പുട്ടടിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. കാരണം 7 വയസ്സുള്ള കുഞ്ഞാണ്. ഒരു ദിവസം പുട്ടടിക്കാൻ വേണ്ടിയിട്ട് ചായക്കട ചെന്നപ്പോൾ ഇടപ്പള്ളിയിലുള്ള അച്ഛന്മാരെ കുറിച്ച് ദുഷിപ്പ് പറഞ്ഞുകൊണ്ടിരിക്കണേ. അപ്പൻ കുഞ്ഞിനോട് പറഞ്ഞു, 7 വയസ്സുകാരനോട് പറഞ്ഞു, മോനെ ഈ കട ശരിയല്ല, ഈ കട ശരിയല്ല, നമുക്ക് പോവാം. പോകുന്ന വഴി ചോദിച്ചു, മോൻ എന്തെങ്കിലും കേട്ടോ? കേട്ടെങ്കിൽ അങ്ങ് മറന്നു കളഞ്ഞേക്കൂ. പിന്നെ ആ കടയിൽ കയറിയിട്ടില്ല. 7ാം വയസ്സുകാരന് ഇപ്പോൾ 84 വയസ്സായി. 7ാം വയസ്സിൽ അപ്പൻ പറഞ്ഞ ഈ കാര്യം ഇന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കാരണം ദൈവഭക്തനെ മാനിക്കുന്നവനാണ് നീതിമാൻ. അപ്പോൾ അച്ഛൻ പറഞ്ഞ ഈ കാര്യം മറന്നു പോകരുത്. ഇനി സത്യപ്രതിജ്ഞ ലംഘിക്കാത്തവൻ. നമ്മളൊക്കെ നാസിർ വ്രതക്കാരാണ്. നാസിർ വ്രതം എന്ന് പറയുന്നത് മനോവയുടെ ഭാര്യ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ദൂതൻ പറഞ്ഞു, അവൻ്റെ ശിരസിൽ ക്ഷവരക്കത്തി വെക്കരുത്, മദ്യപാനം അരുത്. ഒടുവിൽ എന്താ സംഭവിച്ചത്? നാസിർ വ്രതം തെറ്റിച്ചു. ദലീലയുടെ മടിയിൽ കിടന്ന് ഉറങ്ങി. അവൾ സാംസന്റെ ശക്തി ചോർത്തിയെടുത്തതാണ് സംഭവം.
അപ്പം നമ്മുടെ ജീവിതത്തിലും നമ്മളൊക്കെ വ്രതം ചെയ്തവരാണ്. അച്ഛന്മാരും സിസ്റ്റേഴ്സും സന്തോഷത്തിലും സന്താപത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും വിശ്വസ്തയോടെ ജീവിക്കാമെന്ന് നിങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങളും പറഞ്ഞതാ. നമ്മളൊക്കെ നാസ്തിവ്രതക്കാരാണ്. അതാണ് സത്യപ്രതിജ്ഞ. യൗസേപ്പ് പിതാവും മാതാവും സത്യപ്രതിജ്ഞ ചെയ്തു, ഇതാ കർത്താവിൻ്റെ ദാസി. ഇതാന്ന് പറയുന്ന അനുസരണം, കർത്താവിൻ്റെ എന്ന് പറഞ്ഞാൽ ബ്രഹ്മചര്യം, ദാസി എന്ന് വെച്ചാൽ ദാരിദ്ര്യം. രണ്ടുപേരും നാസ്തിവ്രതം ചെയ്തതാണ്. അപ്പോൾ നമ്മളെടുത്ത ഉടമ്പടിയിൽ ഒരിക്കലും ചോർച്ച വരാൻ പാടില്ല. അതാണ് സത്യപ്രതിജ്ഞ ലംഘിക്കാത്തവൻ. ഇനി 10ഉം 11ഉം യൗസേപ്പ് പിതാവ് നമുക്ക് വല്ലാതെ ശല്യം ചെയ്യും. അന്യായ പലിശ വാങ്ങിക്കാത്തവൻ, കൈക്കൂലി വാങ്ങിക്കാത്തവൻ. ഈ നമ്മുടെ യൗസേപ്പ് പിതാവിന് വർഷത്തിൽ ഇത് വളരെ പ്രയാസപ്പെട്ടൊരു കാര്യമാണ്. ഇത് വളരെ പ്രയാസപ്പെട്ട കാര്യമാണ്. ഇന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോയ ഒരു സഹോദരൻ കുണ്ടന്നൂർ ജംഗ്ഷനിൽ വന്നപ്പോൾ പറഞ്ഞു, ഇത് ആലുവ മാർക്കറ്റിലെ ബ്ലേഡുകാരൻ്റെ കടയാണെന്ന്. ഇത് ആലുവ മാർക്കറ്റിലെ ബ്ലേഡുകാരൻ്റെ കടയാണ്. ഞാൻ ചോദിച്ചത് പൂർത്തിയായില്ലേ? പൂർത്തിയായിട്ടില്ല അച്ഛാ. കാരണം രാവിലെ ഈ മനുഷ്യൻ വന്ന് 100 രൂപ കൊടുത്താൽ 110 രൂപ തിരിച്ചു കൊടുക്കണം, 1000 കൊടുത്താൽ 1100 രൂപ കൊടുക്കണം. അങ്ങനെ രാവിലെ വന്ന് ഈ പലിശക്ക് കൊടുത്തുണ്ടാക്കിയതാണ് അച്ഛാ. ഈ പലിശക്ക് കൊടുക്കുന്ന ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ നെൽസൺ ജോച്ചനോട് ക്ഷമിക്കണം കേട്ടോ. ഈ പലിശ വാങ്ങിക്കണ്ടെന്ന് ബൈബിള് പറഞ്ഞിട്ടില്ല. മറിച്ച് അന്യായ പലിശ, ഇവിടെയും പറഞ്ഞേക്കണ അന്യായ പലിശയാണ്. നമ്മൾ കൊട്ടേഷൻ തല്ലുകാരെയൊക്കെ വെച്ചിട്ട് ഭീഷണിപ്പെടുത്തി. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ? മറിച്ച് ഈ കാര്യമാണ്. അന്യായ പലിശയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും പറഞ്ഞതല്ല അച്ഛൻ. അപ്പം ഞാൻ പറഞ്ഞു വെച്ചത് നീതിമാൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചാണ്, അന്യായ പലിശ വാങ്ങിക്കാത്തവൻ. അപ്പം നമുക്ക് ചെയ്യാവുന്നത് ഈ വർഷം നമ്മൾ ഇപ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് പലിശക്ക് കൊടുത്തിട്ട് 2 ലക്ഷം വാങ്ങിച്ചു. എന്നിട്ടും വാങ്ങിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ ഈ വർഷം നല്ലതാണ്, ഇളവ് ചെയ്ത് കൊടുക്ക്. കിട്ടിയല്ല, ഇളവ് ചെയ്ത് കൊടുക്കുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നെൽസൺ ജോബച്ചൻ പറഞ്ഞത്. നിങ്ങൾ 1 ലക്ഷം 15 വർഷത്തിന് മുമ്പ് വാങ്ങിച്ചിട്ട് 5 ലക്ഷം പലിശ ഈടാക്കിയെങ്കിൽ ഒന്ന് ഇളവ് ചെയ്ത് കൊടുത്തുകൂടെ ആ കുടുംബത്തിന്? ഒരു ട്രാജഡി പറയട്ടെ. മഞ്ഞമ്മൽ തയ്യക്കാരിയായിട്ടുള്ള ഞങ്ങൾക്കവിടെ സ്റ്റിച്ചിങ് സെൻ്ററുണ്ട്. ഒരു ചേച്ചി, ഇതൊരു 30 വർഷത്തിന് മുൻപുള്ള കാര്യം കേട്ടോ, വീടും ആധാരവും ഒരു 15,000 രൂപയ്ക്കാണ് കൊടുത്തത്. ബ്ലേഡ് കമ്പനിക്കാർ കൊടുത്ത് അത് കൂടി അത് ലക്ഷങ്ങളായിട്ട് മാറി. മകളുടെ വിവാഹം വന്നു. മകളുടെ കൊച്ചായിരുന്നപ്പോൾ കൊടുത്തതാണ് ആവശ്യത്തിന്. അവളുടെ വിവാഹം വന്നപ്പോൾ ഈ സ്ഥലം പകുതി വിറ്റിട്ട് വേണം കല്യാണം നടത്താൻ. അയാൾ പറഞ്ഞു, ഈ പൈസ ക്യാഷായിട്ട് തരാതെ ആധാരം തരില്ലെന്ന് പറഞ്ഞു. അങ്ങനെ കല്യാണം മുടങ്ങിപ്പോയി. ഒടുവിൽ ആ ചേച്ചി ആത്മഹത്യ ചെയ്തു. ഞാനൊരു ചോദ്യം ചോദിക്കണേന്ന്, ഈ ബ്ലേഡ് കമ്പനിക്കാരൻ ഏത് ജോർദനാലും മുങ്ങിയാൽ അയാൾ ശുദ്ധീകരിക്കപ്പെടും. കാരണം ആ പണം കിട്ടാത്തത് കൊണ്ടും കല്യാണക്കാര്യം മുടങ്ങിപ്പോയത് കൊണ്ടും താങ്ങാൻ പറ്റാതെ ചെയ്തൊരു അവിവേകമാണ്. അപ്പോൾ ഇവിടെയൊക്കെയാണ് വരുന്നത്. പിന്നെ ഒരു കാര്യം ക്ലിയറാണ്, എനിക്ക് 62 വയസ്സുണ്ട്, 35ാമത്തെ വർഷമാണ് പൗരോഹിത്യം. ഞാൻ കണ്ടിട്ടുണ്ട് ഈ പലിശക്കാർ ഗതി പിടിച്ചിട്ടില്ല കേട്ടാ. ഒന്നെങ്കിലും മക്കൾ പിഴച്ചു പോകും, അല്ലെങ്കിൽ കഞ്ചാവാകും, അല്ലെങ്കിൽ ആസ്പത്രി കൊണ്ടു കൊടുക്കും. ഷുവറാണ്. അടുത്തത് കൈക്കൂലി വാങ്ങിക്കാത്തത്. ഇപ്പോൾ പാലാരിവട്ടം പാലമൊക്കെ ഇങ്ങനെ കിടക്കണേല്ലേ, നമുക്കിപ്പോൾ വലിയ ദൃഷ്ടാന്തമൊന്നും വേണ്ട, അല്ലേ? ശരിയല്ലേ? ഇപ്പം നടക്കണ കേസുകളൊക്കെ മിക്കവാറും തള്ളിപ്പോവും. കാരണം അതെല്ലാം മറിച്ച് കളയും. ഇപ്പം നടക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്കറിയാം, അച്ഛൻ പറയാതെ അറിയാം. അപ്പം നമ്പർ 1 എക്സാമ്പിളാണ് നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത്. കൈക്കൂലി വാങ്ങിക്കാത്ത വ്യക്തികളുണ്ടോ? 5% ഓൺലി. 5% കൈക്കൂലി വാങ്ങിക്കാത്തവരുണ്ട്. ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ എനിക്കറിയാം. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എപ്പോഴും അയാളുടെ ഭാര്യ VRS എടുത്ത് പോരാൻ പറഞ്ഞു. കാരണം ഗുണ്ടാ സംഘങ്ങൾ വിളിച്ചു പറയണേണ്, നിന്റെ ഭർത്താവിൻ്റെ ഡെഡ് ബോഡി നാളെ ചാക്കി കൊണ്ടുവന്ന് ഇറക്കും. എല്ലാ രാത്രി ഒറ്റ മകളേ ഉള്ളൂ. ഭീഷണിയാണ്. കാരണം ഈ മനുഷ്യൻ ഒരു പൈസയും കൈക്കൂലി വാങ്ങിക്കില്ല. ആ മനുഷ്യനാണ് ചില ഉന്നതരായ വ്യക്തികളുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ പത്രത്തെ കൊണ്ടുവന്നത്. പേര് പറയാൻ പാടില്ല. ഈ മനുഷ്യനാണ് ഇങ്ങനെ കാര്യപ്പോൾ കർണക്കുറ്റിക്കെട്ട് അടിച്ചൊരു പോലീസുകാരൻ കൂടിയാണ്. ഒടുവിൽ അയാൾ റിട്ടയർ ചെയ്തു. അയാൾക്ക് സ്വന്തമായിട്ട് വീടില്ല, ഇപ്പോഴും വീടില്ല ആ മനുഷ്യന്. കാരണം ഒരു നയാ പൈസ വാങ്ങിക്കാത്ത ഒരു പോലീസുകാരനാണ്. അങ്ങനെയുള്ള കുറേ ആൾക്കാരെ എനിക്കറിയാം. ഓക്കെ. അപ്പോൾ 11 അവസാനത്തേത്, ദൈവത്തിനും മനുഷ്യർക്കും അർഹിക്കുന്നത് കൊടുക്കുന്നവനാണ് നീതിമാൻ. ദൈവത്തിനും മനുഷ്യർക്കും അർഹിക്കുന്നത് കൊടുക്കുന്നവൻ. അപ്പം നമ്മൾ ഇന്നിപ്പോൾ കേട്ടത് വെറുതെ സങ്കീർത്തനം 15
യൗസേപ്പ് പിതാവ് നീതിമാനായിരുന്നു. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ അപ്പനായാലും അമ്മയായാലും നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കേണ്ട 12 കാര്യങ്ങളാണ് പ്രായോഗികമായി ഉദാഹരണങ്ങളിലൂടെ അച്ഛൻ നിങ്ങളുടെ മനസ്സിലേക്ക് അടർത്തി വെച്ചത്. ഇത് കേട്ടിട്ട് നമ്മളെ തന്നെ ഒന്ന് തിരുത്താൻ സാധിച്ചിരുന്നെങ്കിൽ അതായിരിക്കും നമ്മുടെ ഈ കൺവെൻഷൻ കൊണ്ട് ഉണ്ടാവുന്ന കൺവേർഷൻ എന്ന ചിന്ത മനസ്സിൽ സൂക്ഷിച്ച് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഇന്നലെ ബേബി ജോൺ കലയന്താനി എഴുതിയ പാട്ടിനെക്കുറിച്ച് അച്ഛൻ പറഞ്ഞു, ആ പാട്ടാണ് പാടാൻ പോകുന്നത്. സ്നേഹം കൊണ്ട് ഒരു വീട് പണിയാം, ദൈവസ്നേഹം കൊണ്ട് ഒരു വീട് പണിയാം, ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം പോൽ സ്നേഹം കൊണ്ടൊരു വീട് പണിയാം.